സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ആരാധന മനോഭാവത്തോടുകൂടി വിമോചനത്തിന് നാഥനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് എല്ലാവരും ഉണർവോടെ കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ആരാധിക്കുമ്പോൾ വിടുതൽ സംഭവിക്കുന്നു, വിമോചനം സംഭവിക്കുന്നു, കൃപകൾ നിറയുന്നു, സൗഖ്യം സംഭവിക്കുന്നു, പൈശാചിക ശക്തികൾ വിട്ടുമാറുന്നു, ദൈവസ്ഥിതികൾ ഉയരുന്ന സ്ഥലത്തു നിന്നും തിന്മയുടെ അരൂപികൾ വിട്ടുമാറുന്നു. ബോധ്യത്തോടെ പ്രാർത്ഥിക്കട്ടെ കരങ്ങളടിച്ചുകൊണ്ട്. ഓ പരിശുദ്ധാത്മാവേ, ആത്മാവിൻ തീ, സ്വർഗീയ തീ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ആത്മാവേ, യേശു നാമമുയർത്ത എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേല തികച്ചിടാം. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേല തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ, ആയിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഭിഷേകത്തോടെ അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. പരിശുദ്ധാത്മാവേ, അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയാ ഒഴുകണമേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയാ ഒഴുകണമേ. കരങ്ങൾ താഴ്ത്തി അടിച്ചുകൊണ്ട്, കരങ്ങൾ താഴ്ത്തി നന്നായി കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആത്മാഭിഷേകത്തോടെ നിറയണം. എനിക്ക് ജീവിത വിടുതൽ നേടണം, അനുഗ്രഹം നേടണം. ഞാൻ ദൈവത്തിന്റെ പ്രിയ മകനാണ്, മകളാണ്. എന്റെ കുടുംബം ദൈവത്തിൻ്റെതാണ്, എന്റെ മക്കൾ ദൈവത്തിന്റെ സമ്മാനമാണ്. പൂർണ്ണമായ വിശ്വാസത്തോടെ, കൃപയോടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. കത്തിജ്വലിച്ചിടുമൊരു തീജ്വാല പോ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. കത്തിജ്വലിച്ചിടുമൊരു തീജ്വാല പോ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. നിനക്കായി ഞാൻ കത്തിയെരിഞ്ഞിടാം, ആയുസ്സുള്ള നാൾ പ്രിയനേ. നിനക്കായി ഞാൻ കത്തിയെരിഞ്ഞിടാം, ആയുസ്സുള്ള നാളോ. കരങ്ങൾ ഉയർത്തിയടിച്ച് അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി ഇറങ്ങണമേ, പരിശുദ്ധാത്മാവേ, ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, ഒഴുകണേ ഹോളി സ്പിരിറ്റ്, ഒഴുകണേ, ഹോളി സ്പിരിറ്റ്. ആത്മശക്തിയായി ഒഴുകണമേ. കരങ്ങൾ താഴ്ത്തി അടിച്ചുകൊണ്ട് മക്കളെ സമർപ്പിച്ചുകൊണ്ട് കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. വിടുതൽ സംഭവിക്കട്ടെ, അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ. മക്കളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ. ആത്മശക്തി നിറയ്ക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, വരങ്ങൾ നിറയട്ടെ, ദാനങ്ങൾ നിറയട്ടെ. ഭാഷാവരുള്ള ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കട്ടെ. തീയാൽ എനിക്ക് തന്നരുളണമേ, ദഹിപ്പിക്കും തീയാകും ദൈവമേ. തീയാൽ എനിക്ക് തന്നരുളണമേ, ദഹിപ്പിക്കും തീയാകും ദൈവമേ. സാത്താന്റെ ശക്തികളെ തകർത്തിടുവാൻ എലിയാവിൽ എന്ന വെളിപ്പെടണേ.
കരങ്ങൾ ഉയർത്തി അടിച്ച് അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ അഗ്നിയായി ഇറങ്ങണമേ പരിശുദ്ധാത്മാവേ ശക്തിയായി വെളിപ്പെടണേ അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ പരിശുദ്ധാത്മാവേ ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. തിന്മ വിട്ടുമാറട്ടെ. അടിമത്തം വിട്ടുമാറട്ടെ. അടിമച്ചങ്ങല അഴിയട്ടെ. സദാന ബന്ധനങ്ങൾ അഴിയട്ടെ. വസ്തുബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ. മക്കളുടെ ജീവിതത്തിലെ അടിമത്തങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തോടെ സ്തുതിക്കട്ടെ. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്താൽ നയിക്കണമേ. ഈ കൂട്ടായ്മയിൽ നിറയണമേ. ഈ ദാസരിൽ നിറയണമേ. ഈ ആലയത്തിൽ ശുശ്രൂഷകളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് വെളിപ്പെടണേ അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ അഗ്നിയായി ഇറങ്ങണമേ ശക്തിയായി വെളിപ്പെടണേ അഭിഷേക ശക്തിയെ ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ സ്തുതിക്കട്ടെ. റുഹായ ഹല്ലേലൂയ.
സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. അതിനകത്തൊന്ന് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആരാധിക്കട്ടെ, 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 പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഗ്നിയായി പടരണമേ, അഗ്നിയായി പടരണമേ, ശക്തിയായി നിറയണമേ, അഗ്നിയായി പടരണമേ, ശക്തിയായി നിറയണമേ, 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 നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ശനിയാഴ്ച, മാസത്തിലെ ആദ്യ ദിനം, 1-ാം തീയതി തന്നെ ദൈവഭവനത്തിൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. തണുത്തുറഞ്ഞു പോയിട്ടാണോ ഹല്ലേലൂയയൊക്കെ തണുത്ത് കുതിർന്നു പോയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അല്ലേ ഏറ്റവും ആദ്യം നമ്മൾ ദൈവാലയത്തിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാനാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ദൈവഭവനത്തിലേക്ക്, വിശുദ്ധ അങ്കണത്തിലേക്ക് ഞാൻ വരുന്നത് കർത്താവിൻ്റെ മഹത്വം ദർശിക്കാനാണ്. മഹത്വം ദർശിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. കഴിഞ്ഞൊരു മാസക്കാലം അല്ലെങ്കിൽ കാലഘട്ടത്തിൽ ദൈവം അനേകം നന്മകളിലൂടെ, കൃപകളിലൂടെ, അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മെ വഴി നടത്തിയത്. ആ വഴി നടത്തുന്ന ദൈവത്തിന് നന്ദി പറയുവാനാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം തന്നെ ചില നിരാശകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വേദനകളൊക്കെ, ചെറിയ ചെറിയ കുത്തലുകളൊക്കെ എവിടെയൊക്കെയുണ്ട്. ഒരു പൂർണ്ണത എവിടെയൊക്കെ നമുക്ക് ശോഭ നഷ്ടപ്പെട്ട് നോക്കിയാൽ എല്ലാം ഉണ്ട്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ ഒരു കുറവ് ഇരിക്കുന്നത് കണ്ടാൽ, ഈ ശരീരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വാദവും പിത്തവും ഒക്കെ ഉള്ളതാണെന്ന് വല്ല തോന്നുമോ? അടുത്തിരിക്കുന്ന ആളെ നോക്കിയാൽ പറ്റുമോ? അറിയില്ല. പക്ഷേ ആളോട് ചോദിക്കുമ്പോഴായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുള്ളതൊക്കെ, രോഗിയാണ്, അതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ. കുടുംബങ്ങളും രോഗം പിടിച്ച പല കുടുംബങ്ങളുമുണ്ട്, എല്ലാവരുടെയും ഒന്നും അല്ല കേട്ടോ. പക്ഷേ ചില രോഗങ്ങളൊക്കെ എവിടേക്കും നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അതിനെയും ഒരു പൂർത്തീകരണം സംഭവിക്കണം, അതിനൊക്കെ ഒരു വിമോചനം നേടണം, ഒരു സൗഖ്യം വേണം. എനിക്ക് വേണം, എൻ്റെ ശരീരത്തിന് വേണം, എൻ്റെ കുടുംബത്തിന് വേണം, എൻ്റെ തലമുറയ്ക്കും വേണം. ഇങ്ങനെ കുറേ കാര്യത്തിൽ സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ടുമാണ് നമ്മളിവിടെ ആയിരിക്കുക. ഫസ്റ്റ് വൺ, ദൈവത്തെ മഹത്വപ്പെടുത്തുക. രണ്ടാമതായി ഈ ചില കാര്യങ്ങൾക്ക് മാറ്റും. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ആദ്യ ശനിയാഴ്ച പ്രാർത്ഥിക്കുക. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 84-ാം സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. നമ്മൾ എല്ലാ മാസവും ഓരോ സങ്കീർത്തനമൊക്കെ വായിക്കുന്നുണ്ട്. ഇന്ന് 84-ാം സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചു പോവുക. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച്, ദൈവഭവനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദേവാലയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനകളോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ലഭിക്കുന്ന ചില ആശ്രയം, ചില അനുഗ്രഹം, ചില ആശ്വാസം, ഇതൊക്കെ നമുക്കവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. 84-ാം സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ കുടുംബങ്ങളിലൊക്കെ ചെന്ന് നിങ്ങൾ വായിക്കണം. നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ള സങ്കീർത്തനമാണ്. എന്നാലും നിങ്ങൾ ഈ ആഴ്ച പലപ്പോഴായിട്ടൊന്ന് ഈ 84-ാം സങ്കീർത്തനം ഒന്ന് വായിക്കണം. ഒരു മനോഹരമായ സങ്കീർത്തനമാണ്. ദൈവമക്കൾക്ക് ഇല്ലെങ്കിൽ ദൈവത്തെ തേടി നടക്കുന്നവർക്ക് ദൈവം ചൊരിയുന്ന ചില അനുഗ്രഹങ്ങൾ. അവിടെ ആത്മാവ് അല്ലേ, സൈനികരുടെ കർത്താവ് ഞങ്ങളുടെ വാസസ്ഥലം എത്ര മനോഹരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ. ഇനി എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു, എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന്, വെറുതെ ഒരു ദൈവത്തെ അല്ല, മരിച്ച് കടന്നുപോയ ഒരു ദൈവത്തില്ല, എവിടെയോ ജനിച്ച് എന്നോ മരിച്ച് വല്ല മൺമറഞ്ഞു പോയ ഒരു ദൈവത്തെ അല്ല, ഒരു ശക്തിയെ അല്ല നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇന്നും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മനസ്സ് മാത്രമല്ല, എൻ്റെ ശരീരം മാത്രമല്ല, എൻ്റെ മനസ്സും ശരീരം. പലരുടെയും ശരീരം ഇവിടെയുണ്ട്. ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ വളരെ പ്രയാസമാണ് വചനം പറഞ്ഞു കൊടുക്കാൻ, അല്ലെ, പ്രാർത്ഥിക്കുവാൻ. കാരണം ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. മനസ്സെവിടെയാ? ഇപ്പോഴും എറണാകുളത്താ, ഇല്ലെങ്കിൽ കോഴിക്കോടാ, ബാംഗ്ലൂരാ, എവിടെയാണോ, എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടെ തന്നെയാ. പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലേ ഓരോ കൃപകൾ നടങ്ങനെ വല്ലാത്ത ഭാരം നമുക്കുണ്ട്, വല്ലാത്ത ഭാരം ചോദിച്ചു, ഹൃദയഭാരമുണ്ട്, തലയ്ക്ക് ഭാരമുണ്ട്. ഇവിടെ എവിടെയൊക്കെ വേദനയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദന ഇല്ലാത്ത 1 ഇഞ്ച് സ്ഥലം പോലും ഉണ്ടാകത്തില്ല. മുടി മുതൽ നഖം വരെ വേദനയായിരിക്കാം, ഭാരമായിരിക്കാം.
ഇനി ശരീരത്തിന്റെ വേദനയല്ല, ഹൃദയത്തിന്റെ ഭാരം, മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്. പക്ഷെ പലപ്പോഴും ശരീരം കൊണ്ട് മാത്രം ദേവാലയത്തിലേക്ക്, ഈ ധ്യാനകേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാലയത്തിലെ കാര്യം മാത്രമല്ല ഞാൻ പറയുക. നിങ്ങൾ അനുദിന ബലിയിൽ, ജീവിത ബലിയിൽ ബലി അർപ്പിക്കാൻ വേണ്ടി ദേവാലയത്തിൽ രാവിലെ വെളുപ്പാങ്കാലത്തെ മഴ നനഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ, വണ്ടിയെടുത്ത് പ്രതികൂലമായ കാലാവസ്ഥ വണ്ടി ഓടിച്ച് പോകുന്നുണ്ടെങ്കിൽ അവിടെയും കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഒരു പൂർണ്ണത പലപ്പോഴും നമുക്ക് ഉണ്ടാകത്തില്ല. ശരീരം കൊണ്ട് മാത്രമാണ് പോണേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിലേക്ക് എത്തുവാൻ ഞാൻ വാഗ്ദാനിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ജീവിക്കുന്നവനായ ദൈവത്തിൽ. നമ്മൾ വെറും കല്ലിനോടോ മണ്ണിനോടോ മരത്തോടോ ഒന്നും അല്ലെന്നേ, ജീവിക്കുന്നവനായ ദൈവത്തോടാ. ഇന്നും അല്ലെ വിശുദ്ധ ബലിയിൽ, അല്ലെ ആ കൂദാശയിൽ തിരുവോസ്തി ഉയർത്തുമ്പോൾ നമ്മൾ കാണുന്നത് ജീവിക്കുന്നവനായ ദൈവത്തെയാണ്. നമ്മോട് കൂടെ ആയിരിക്കുവാൻ, എപ്പോഴും എപ്പോഴും നമ്മോടത്തായിരിക്കുവാനാണ് അവിടുത്തെ കൂദാശ സ്ഥാപിച്ചത്. അന്ത്യത്താഴ്വേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ. അപ്പോൾ ആ ജീവിക്കുന്നവനായ ദൈവത്തെയാണ് ഞാൻ കാണുന്നത്, ഞാൻ ആരാധിക്കുന്നത്, ഞാൻ മഹത്വപ്പെടുത്തുന്നത്, ഇന്ന് നമ്മൾ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറയാം. കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, കുരുകൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ. അപ്പോൾ അങ്ങനെ ദൈവത്തിന് ജീവജാലങ്ങൾക്ക് സങ്കേതമാണ് ബലിപീഠമെങ്കിൽ, ഇന്ന് എൻ്റെ അഭയവും എൻ്റെ ആശ്രയവും എൻ്റെ സങ്കേതവും ഈ ബലിപീഠമാകണം. കൂദാശ എപ്പോഴും വിശുദ്ധ കുർബാന അല്ലെങ്കിൽ കൂദാശയുടെ ഒരു പ്രത്യേകത അതാ. ശാരീരികമായിട്ട് പറ്റുന്ന സമയത്ത് നമ്മൾ വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നു. എനിക്കിപ്പോൾ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് ഓൺലൈൻ കുർബാനയിൽ, ഇന്ന് അതിനൊക്കെ സഭ ഇഷ്ടംപോലെ മാർഗങ്ങൾ മാധ്യമങ്ങളിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് വിനിയോഗിക്കുവാൻ തയ്യാറാവണം, ഇത് വിനിയോഗിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് ഈ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, വിശുദ്ധ കുർബാന സ്വീകരണം. വെറുതെ ബലിയിൽ പങ്കെടുത്താൽ പോരാ, കുർബാന കണ്ടാൽ പോരാ, അത് അനുഭവിക്കണം, അത് സ്വീകരിക്കുവാൻ തയ്യാറാണ്. കുമ്പസാരിച്ച് ബലി സ്വീകരിക്കുവാൻ, വിശുദ്ധ കുർബാന ദിവികാരുണ്യം സ്വീകരിക്കുവാൻ തയ്യാറാണ്. എങ്കിലേ അതൊരു പൂർണ്ണതയുള്ളൂ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ പലതിനും പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ദേവാലയത്തിൽ പോകുന്നുണ്ട്, പക്ഷേ അതൊരു പൂർണ്ണതയില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനം കൂടുന്നുണ്ട്, പക്ഷെ ഒരു പൂർണ്ണതയില്ല. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ, ധ്യാനം കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പറയുക, ഒന്നും ആകില്ല, ഒന്നും ലഭിക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഓരോ ദിവസവും ബലിയർപ്പണം അല്ലേ? ആ ഒരു ബലിയർപ്പിച്ചാൽ മതി, ബാക്കി ദിവസം പോകണ്ടെന്നല്ല. പക്ഷെ ആ ഒരു ബലിയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു ബലി, അതുപോലെ തീക്ഷണതയോടെ ബലിപീഠത്തോട് ചേർന്ന് നിന്ന് സകലതും വിട്ടുകൊടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ജീവിക്കുന്നവനായ ദൈവത്തെ ആ ബലിയിൽ നിന്ന് നിങ്ങളൊന്ന് ദർശിച്ചേ, ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചേ. അവിടെ തീരും നമ്മുടെ ബന്ധനം, അവിടെ അഴിയും. ബന്ധനത്തിന്റെ കെട്ട്, പ്രശ്നങ്ങളുടെ കെട്ട് അവിടെ അഴിയും. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഇതൊക്കെ നടത്തി വരുമ്പോൾ അവസാനം നമ്മൾ നിരാശപ്പെട്ടു പോകുന്ന ഒരു സമയമുണ്ട്. എവിടെയാണെന്നറിയാമോ? ഇതൊക്കെ നമ്മൾ നടത്തും, കുറേയൊക്കെ വിട്ടുകൊടുക്കും, ആത്മാർത്ഥ പ്രാർത്ഥിക്കും, ത്യാഗം കൊടുത്ത് പ്രാർത്ഥിക്കും, ഉപവസിച്ച് പ്രാർത്ഥിക്കും, ഓടി നടന്ന് പ്രാർത്ഥിക്കും, വില കൊടുത്ത് പ്രാർത്ഥിക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കൊരു വീഴ്ചയുണ്ട്. പിടിച്ച് നമ്മൾ കൃപയോടെ നിൽക്കുകയാണ്, എല്ലാ കാര്യങ്ങളും നടക്കുന്നില്ലെങ്കിലും 3 കാര്യം എഴുതി ചോദിച്ചിട്ടുണ്ട്, ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ആശ്വാസമായിട്ട് വരുമ്പോൾ പെട്ടെന്നൊരു ദിവസം നമ്മളങ്ങ് വീണു പോകും. എവിടെയാണെന്നറിയാമോ? പീഡകൾ വരുമ്പോൾ പീഡകളൊക്കെ പിടിച്ചു നിൽക്കും. ഈ കാലഘട്ടത്തിൽ പീഡയൊക്കെ പിടിച്ചു നിൽക്കും. അയൽവാസിയിലെ കൂടെയുള്ള ആളുകളുടെ ഒരു ചോദ്യം വരും, അപ്രതീക്ഷിതമായിട്ട് ചോദിക്കും, നീ ഇത്രയൊക്കെ ഓടിയില്ല, എന്നിട്ട് എന്തേ ഒന്നും നടക്കാത്തെ? അല്ലേ? പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലരും കേട്ടിട്ടുള്ള ചോദ്യമാണ്, നീ കുറേ നാളായില്ലേ ഓടാൻ തുടങ്ങിയിട്ട്, ഇതുവരെ എന്തേ നടക്കാത്ത, ഇതുവരെ എന്തേ നിന്റെ രോഗം മാറാത്ത, അല്ലെങ്കിൽ നിന്റെ മകൻ രക്ഷപ്പെടാത്ത, അല്ലെങ്കിൽ നിന്റെ വീട് പണി എന്താ തീരാത്ത? അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോവുക, ലോണൊക്കെ പാസ്സായി വരുന്നുണ്ട്, ഇല്ലെങ്കിൽ ആശുപത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച്, ചിലപ്പം ചില വ്യക്തികൾ കുറേ രോഗങ്ങളുണ്ട്, കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, കുറേ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ദൈവത്തെ തേടി പ്രാർത്ഥിച്ചൊരു ധ്യാനം കഴിയുമ്പോഴായിരിക്കും കൃത്യമായ രോഗനിർണയം പോലും സംഭവിക്കുക. കുറേ കാലഘട്ടമായി അല്ലേ പ്രാർത്ഥിക്കുമ്പോഴും ഡോക്ടർമാരുടെ അടുത്ത് എന്ന് രോഗലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വ്യക്തമായൊരു ഡയഗ്നോസിസിലേക്ക് വരുന്നത് ചിലപ്പോൾ ഇത് പ്രാർത്ഥന. അപ്പോഴായിരിക്കും ശരിയായ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ സമയത്തായിരിക്കും ഇവിടുന്ന് ഒരു ചോദ്യം. സൈഡിൽ കൂടെ ഒരു ദിവസം പള്ളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി, ഇല്ലെങ്കിൽ എവിടെ ധ്യാനത്തിന് പോകാൻ വേണ്ടി ഭാഗികമായിട്ട് വഴിയിലേക്ക് ബസ് കാത്തു നിൽക്കുമ്പോൾ അയൽവക്കക്കാർ പോകുമ്പോൾ എങ്ങോട്ടാ? ധ്യാനം കൂടാൻ അട്ടപ്പാടിക്ക് പോവുക, അല്ലെങ്കിൽ അണക്കരയ്ക്ക് പോവുക, കടലുണ്ടിക്ക് പോവുക, ഈ പറയുന്ന യാത്ര പോവുക എന്ന് പറയുന്ന സമയത്തായിരിക്കും കുറേ ആകില്ലേ,
ഓടാൻ തുടങ്ങിയിട്ട് ജീവിതത്തിൽ കേട്ടിട്ടില്ലേ, അവിടെ തളരും അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കും, ശരിയാണല്ലോ, കുറെ ആയല്ലോ തുടങ്ങിയിട്ട് അല്ലേ, കുറെ ആയല്ലോ തുടങ്ങിയിട്ട്. പ്രിയപ്പെട്ടവരെ, അവിടെയല്ല നമ്മൾ വീഴേണ്ടത്, അവിടെ വീണ് പോകരുത്. കാരണം ദൈവത്തിന്റെ അങ്കണത്തിലെത്തണം, ദൈവത്തിന്റെ ഭവനത്തിൽ ജീവിക്കുന്നവരായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇറക്കി വെക്കണം. വഴിയിലല്ല, ബസ് സ്റ്റോപ്പിലല്ല നമ്മൾ തീരേണ്ടത്, മറിച്ച് ജീവിക്കുന്നവനായി ദൈവത്തിന് മുമ്പിൽ അവിടെ ഇറക്കി വെച്ച് അവിടെയാണ് നമുക്ക് മാറ്റം വരേണ്ടത്. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. ജോബിന്റെ ജീവിതം നല്ല വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്നും എന്തൊക്കെ സംഭവിച്ചുവെന്നും എങ്ങനെയൊക്കെ പീഡകളിലൂടെ കടന്നുപോയെന്നും. പക്ഷെ എവിടെയെങ്കിലും ജോബ് നിരാശപ്പെട്ടതിനെ കുറിച്ച് കാണുന്നുണ്ടോ? ഇത്രയും തകർച്ച വന്നിട്ട് നിരാശപ്പെടാത്ത ഒരു വ്യക്തി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ജോബാ. ഇഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു. അവസാനം ജോബ് പറഞ്ഞു, ദൈവം തന്നു. നമ്മൾ പറയുവോ? മഹത്വപ്പെടുത്തുവോ? ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ പറയുവോ? ഹല്ലേലൂയ. നമുക്കാണെങ്കിൽ എവിടെ തീർന്നു അല്ലേ? തീർന്നു പോയാൽ അല്ലേ, പ്രത്യേകിച്ച് ഭൗതികമായ ചില കാര്യങ്ങളിൽ നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം കൊണ്ട് പോകും. ഹൃദയം കൊണ്ട് നമ്മൾ പോകും. ഇങ്ങനെ വീണു പോകുവാനുള്ളതല്ല, മറിച്ച് അവിടെ തിരിച്ചു നടക്കണം. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് ദൈവത്തോട് പറയുവാൻ നമുക്ക് കൃപയുണ്ടാകണം, നമുക്കൊരു ബോധ്യമുണ്ടാകണം, തീഷ്ണത ഉണ്ടാകണം. കാരണം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അല്ലെ, ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കുന്നവർ ഭാഗ്യവാന്മാരാ. ഹല്ലേലൂയ. സങ്കീർത്തനം 84 സങ്കീർത്തനം പറയുകയാണ്, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സങ്കീർത്തനം 84:4 പറയുകയാണ്, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ. ഈ ഭവനത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഈ ഭവനത്തിലായിരിക്കുവാൻ, ദൈവാലയത്തിലായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭാഗ്യവാന്മാരാണ്, നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകായിരങ്ങളിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്ത് വേർതിരിച്ച് കൊണ്ടുവന്നതാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ആദ്യ ശനിയാഴ്ച ദിനം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ, നിന്റെ ഓരോ ജീവിതത്തെ നോക്കിക്കാണുന്നു, നിന്റെ അടുത്ത നിമിഷത്തെ അവിടുന്ന് നോക്കി കാണുന്നുണ്ട്. നിന്റെ കുടുംബത്തെ, നിന്റെ ഭവനത്തെ, അടുക്കപ്പെട്ടിരിക്കുന്ന മണ്ണിനെ ദൈവം നോക്കി കാണുന്നുണ്ട്. ഇല്ല എങ്കിൽ ഇന്ന് ഇവിടെ നമ്മൾ ഇരിക്കുകയില്ല. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ചെറിയുന്ന കൃപയുടെ നാഥനിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ പ്രാർത്ഥന, എന്നെ നോക്കി കാണുന്ന ദൈവമേ, എന്നെ എപ്പോഴും കാത്തിരിക്കുന്ന ദൈവമേ, എൻ്റെ കുടുംബത്തെ കാണുന്ന ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണം. ഇന്ന് ഞാൻ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളെ അവിടുന്ന് കാണണമേ. അല്ലേ, ഇവിടെ കാണുന്നത് ബാക്കാ താഴ്വരയുടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവയുടെ താഴ്വരയാക്കുന്നു. ബാക്കാ താഴ്വര അതൊരു മരുഭൂമിയിലെ ഒരു താഴ്വരയാണ്. ഒന്നുമില്ലാത്ത ജലാംശങ്ങളോ ജലാശയങ്ങളോ നീരുറവിയോ ഒന്നുമില്ലാത്ത ഒരു താഴ്വരയാണ് ബാക്കാ താഴ്വര. ഇല്ലെങ്കിൽ അതിനെ ആത്മീയ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നിരാശയുടെ ഒരു താഴ്വര, വരണ്ട താഴ്വര, അല്ലെങ്കിൽ നിരാശയുടെ താഴ്വര എന്ന് വേണമെങ്കിലും പറയാം. ബാക്കാ താഴ്വര ഒരു സ്ഥലമാണ്, അത് ഒരു മരുഭൂമിയിലെ താഴ്വരയാണ്. നീരുറവയൊന്നുമില്ല, അല്ലെങ്കിൽ വരണ്ട ഭൂമിയാണ്. ഒരു തരത്തിലുള്ള ജലമോ ജലാംശങ്ങളോ ഒന്നുമില്ല. അവിടെ മൃഗങ്ങൾക്കോ മനുഷ്യനോ ഒന്നും ജലമോ ഒന്നും ലഭിക്കാത്ത ഒരു സ്ഥലമാണ് ബാക്കാ താഴ്വര. ആത്മീയ ജീവിതത്തിൽ അത് വരണ്ട താഴ്വരയാണ്, നിരാശയുടെ താഴ്വരയാണ്. ഒന്നും നേടാൻ പറ്റാത്ത, ഒന്നുമില്ലാത്ത, ഒരു പ്രതീക്ഷകളൊന്നുമില്ലാത്ത ഒരു താഴ്വര നമ്മുടെ ജീവിതം തന്നെയാണ് അവിടെ കാണുക. പ്രിയപ്പെട്ടവരെ, അവിടെ കാണുക ശരത്കാല വൃഷ്ടി അതിനെ ജലാശയം കൊണ്ട് നിറയ്ക്കുന്നു. മരുഭൂമിയിൽ താഴ്വരയാണെങ്കിൽ ശരത്കാലത്തിലെ മഴ ആ താഴ്വരയെ, മരുഭൂമിയിലെ താഴ്വരയെ ജലാശയമായി അവിടെ വളരെ ജലം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നത് പോലെ ഇന്ന് നമ്മുടെ ജീവിത കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ നീരുറവ കർത്താവ് ചൊരിയും. മരുഭൂമിയിലെ താഴ്വരയെ ജലാശയം കൊണ്ട് നിറയ്ക്കുന്നവനാണ് ദൈവമെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിരാശ താഴ്വരയിൽ അവിടുന്ന് കൃപകൾ ചൊരിയും. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ താഴ്വരയായി ഇന്ന് നമ്മുടെ ഭവനത്തെ മാറ്റും. ഈറാമുട്ടി പ്രശ്നങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതെങ്കിൽ, പലവിധ പ്രതിസന്ധികളാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ, എന്തേ ഞാൻ ഇങ്ങനെ, എന്തേ ഇത് ഞാൻ കുറെ കാലമായാലോ അനുഭവിക്കാൻ, എന്നീ പ്രതിസന്ധി തീരും, എന്നീ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. നിരാശ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഈ ബലിപീഠത്തിൽ കർത്താവിനോട് ചോദിക്കും, ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ, എൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്നവനെ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ച് ഇന്ന് എനിക്ക് ഉത്തരം നൽകണമേ, പ്രാർത്ഥിക്കണം. അവിടെ ജലത്തിൻ്റെ നീരുറവയാക്കി മാറ്റും, ജലാശയം കൊണ്ട് നിറയ്ക്കും.
ഇഷ്ടംപോലെ ആളുകൾക്ക് അല്ലെ നമ്മുടെ കുടുംബം അനുഗ്രഹത്തിൻ്റെതായി കടന്നുപോയ തലമുറയ്ക്കും ഇപ്പോഴുള്ളവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും അനുഗ്രഹത്തിൻ്റെ ഇടമായി നമ്മുടെ ഭവനത്തെ കർത്താവ് മാറ്റും. ദൈവത്തിൻ്റെ വാഗ്ദാനമായി 84 സങ്കീർത്തനം പറയുക. മക്കൾ വിദേശത്തായിരിക്കാം, സ്വദേശത്തായിരിക്കാം. വേണ്ട രീതിയിൽ പലപ്പോഴും ഒന്ന് നടന്നു എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും അല്ലെ ചില കാര്യങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കയറി വന്ന് നടന്നു എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും അവിടെ ഒരു ബ്ലോക്ക് വരിക. കഴിഞ്ഞു അല്ലെ, ഒരു പ്രതിസന്ധി തീർന്നു, ഒരു പ്രശ്നം തീർന്നു, ഇതോടുകൂടി തീർന്നു എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും അടുത്തു വരണം പൊട്ടിമുളച്ചു വരിക. ഇങ്ങനെ ഒരു പ്രതിസന്ധി മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നതാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ഒരു ചങ്ങലയായിട്ട് ഒരു ചങ്ങല കഴിയുമ്പോൾ ഒരു കണ്ണി കഴിയുമ്പോൾ അടുത്ത കണ്ണിയിലേക്കാണ് പോകുന്നതെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധി ഒന്ന് തീർന്നു കെട്ടടങ്ങി സമാധാനമായി ചിന്തിക്കുമ്പോഴായിരിക്കും വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി ഇത് തിരിച്ചു വരുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഇറക്കി വയ്ക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് ഉത്തരം നൽകണം, എനിക്ക് വഴി തുറന്ന് തരണം. പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, വലതുകരമുയർത്തി എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥന ശ്രമിക്കുന്ന കർത്താവിനെ ഇരു കരങ്ങളും ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. അനുഗ്രഹത്തിന്റെ നാഥനെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം. എല്ലാവരും സ്വന്തമായിരുന്നുണ്ട് കണ്ണുകളടച്ച് എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ അനുഗ്രഹത്തിൻ്റെ ഈ ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ ഒരു തരത്തിൽ നിരാശരായി ഇവിടെ തിരിച്ചു പോകുവാൻ ഞങ്ങൾക്കിടയാകരുത്. എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടുന്നുണ്ട്, എൻ്റെ ജീവിതത്തെ അവിടെ നോക്കി കാണുന്നുണ്ട്. ഈ ഒരു പ്രതീക്ഷയോടെ അവിടെ തിരിച്ചു പോകുവാൻ കർത്താവേ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ഒരു അടയാളം നൽകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന് നിറവിലേക്ക് ചേർത്ത് വെച്ച് ശാന്തമായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ആത്മാഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉറകെട്ടുപോതിനെ ഉറകൂട്ടുന്ന, ആറിപ്പോതിനെ ചൂടാക്കുന്ന, വഴിതെറ്റിപ്പോതിനെ നേരെയാക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ. ആത്മാഭിഷേകം നിറയട്ടെ. ഓ പാവനാത്മാവേ, ശൂന്യമാകുന്ന എൻ്റെ ജീവിത താഴ്വരയിൽ അവിടുന്ന് അഭിഷേകമായി വരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ശാന്തമായി പ്രാർത്ഥിക്കട്ടെ. ശാന്തമായി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ ഞങ്ങൾ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് യെരുശലേം ക്രൂശിത നാഥനോടുള്ള പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും താരയിലെ ക്രൂശിത രൂപത്തിലേക്കോ നിങ്ങളുടെ സമീപത്തുള്ള കർത്താവിൻ്റെ ക്രൂശിത നാഥനിലേക്കോ നോക്കിയിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി മനുഷ്യനായി അവതരിക്കുകയും തൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി മനുഷ്യകുലത്തെ തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത ഈശോ മിശിഹായെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും അടയാളമായ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ തിന്മയുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. രക്ഷയുടെ അടയാളമായ ഈ വിശുദ്ധ കുരിശിൽ അഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുവാനായി കുരിശുമരണം വരെ ഏറ്റെടുത്ത മിശിഹായെ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന എല്ലാ പൈശാചിക പീഡകളിൽ നിന്നും രോഗപീഡകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. സാത്താൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അവൻ്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും അങ്ങയുടെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ ഞങ്ങളെ കാത്തു സംരക്ഷിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളുടെ മധ്യത്തിലും തളരാതെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ
ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബലിയിലേക്ക് ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്തുന്നവർ, പ്രത്യേകം നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരുണ്ട്. സിയ, റിയ, ആൽഫിയ, ആൽഫ്രഡ്, ജസീക, മഞ്ജു, റോസ്മേരി, സുനിത, ആൽഫിൻ, മാർട്ടിൻ, അഭിലാഷ്, അശ്വിൻ, പ്രീതിരാജ്, പ്രിൻസ്, ജിജി, പൗലോസ്, ഏഞ്ചൽ, അനു, തോമസ്, ഫ്രാൻസിസ്, കാർമേലി, ജോഷി, ആനി, റോക്കി, ഫാബി, അവരുടെ നിയോഗങ്ങളെയും, അഡ്രീന, തെരേസ, ഫാമി, ആഷ്നി മരിയ, ജെഫ്രി, ടീന, അന്ന, ഡിഗ്സ്, ടാനിയ, ക്രിസ്റ്റൻ, അനില, ഡാൻഡോ, ആഡോൺ, ജോവാന, അവരെയും, നെബിൻ, ജൈജു, റോസ്ലി, ജോസഫ്, സ്നേഹ, മേഘ, അൻവിൻ, ആശംസ്, സിന്ധു, സ്നേഹ, സെബിൻ, ഇവരുടെ നിയോഗങ്ങൾ, ഡേവിസ്, സാന്ദ്ര, ജേക്കബ്, റാണി മരിയ, റോസ് മരിയ, എൽസ മരിയ, ഫിലോമിന, അരുൺ ജോസ്, അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ആൽഫിൻ, ക്രിസ്റ്റ, രാജി ആന്റണി, ബിന്ദു ഡമൈസൺ, സേവ്യർ, ലിജി, ഷിജു, ഫ്ലവർലെറ്റ്, ഡെൻസിൽ, കാൽവിൻ, കിരൺ, വരുൺ, ഹേസൽ, സോബി, ഡൈൻറ്റ്, സോളി, അമൽ, ആൻഡ്രിയ, ആദ്രസ്, മാർട്ടിൻ, ജാസ്മിൻ, ജോർജ്, ലിസി, നൈസി, ലിൻസി, ഡിയോ, ദിയ, ഇവരുടെ നിയോഗങ്ങൾ, സണ്ണി, ആൻഡു, മിനി, അന്തോണിയ, എസ്താലിയ, വോൾഗ, മേരി, അനു, എബിൻ, അക്ഷയ, അലീന റോസ്, ഇവരുടെ നിയോഗങ്ങളുടെയും ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ഒപ്പം തന്നെ മരണം മൂലം വേർപെട്ടു പോയ പോൾ, ജോസഫ്, മിനി ബാബു, ഇവരുടെ ആത്മാക്കളെയും ഈശ്വരകരങ്ങൾക്ക് കൊടുത്തുകൊണ്ടും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധമായ താരെ സമർപ്പിച്ച് ഓൺലൈനിലൂടെ ശുശ്രൂഷ പങ്കെടുക്കുന്നവരെയും ഈശ്വരകരങ്ങളിലേക്കും തിരുഹൃദയനാഥനിലേക്ക് പരിശുദ്ധ റോസ മിസ്തിക മാതാവിൻ്റെ മാധ്യസ്ഥം വഴി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രത്യേകമായി പ്രതിഷ്ഠിതമായ ഈ ആദ്യ ശനിയാഴ്ച ദിവസം, പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസത്തിൻ്റെ 1-ാം തീയതിയായി ഇന്ന് നമ്മളെല്ലാവരും ഈ ആലയത്തിൽ ഒന്നു ചേർന്ന് പരമപിതാവായ ദൈവത്തിന് കൃതജ്ഞതയുടെയും ആരാധനയുടെയും പരിഹാരത്തിൻ്റെയും യാചനയുടെയും ബലി അർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ അമ്മയുടെ സ്തുതിക്കായിട്ട് കൂടിയാണ് ഈ ബലി നമ്മൾ അർപ്പിക്കുന്നത്. ഈ ബലിയോട് ചേർത്ത് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുകയാണ്. തീർച്ചയായും ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അണയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒത്തിരിയേറെ നിയോഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ആ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് വളരെയേറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം നിയോഗങ്ങളില്ലാത്ത പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടാവുകയില്ല. അപ്പം നമ്മൾ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് തീഷ്ണത കൈവരുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോരോ നിയോഗങ്ങളുമായിട്ടാണ് ഈ ബലിയിൽ പങ്കുചേരുന്നത്. അങ്ങനെ നമ്മൾ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട കാരണം തന്നെ ഈശോ നമ്മളോട് പറഞ്ഞ വചനമാണ്. ഈശോ നമ്മളോട് പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഈശോയുടെ വചനമാണ്. എന്നിട്ട് അവസാനം ഈശോ പറയുകയാണ്, തൻ്റെ പിതാവിനോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകും. ഇത് കർത്താവിൻ്റെ വചനമാണ്. ഇപ്പം ചില ആളുകൾ പറയും, നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല, ദൈവത്തിന് എല്ലാം അറിയാമല്ലോ. പക്ഷെ ഈശോ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ആ വചനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥനകളിലും ദൈവബലിയിലും മറ്റ് ആരാധനയിലും എല്ലാം നമ്മുടെ നിയോഗങ്ങൾ പറയുന്നു. ഈശോ പോലും ആ നിയോഗം ക്രമീകരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ അന്ധനായ ബർത്തമിയോസ്
ഈശോയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. അവൻ നിലവിളിച്ചത്. അവിടെ അവൻ നിയോഗം പറഞ്ഞിട്ടില്ല, കർത്താവേ, ദാവീദിന്റെ പുത്ര, എൻ്റെ കണ്ണിന് കാഴ്ച നൽകണമേ എന്നല്ല അവൻ പ്രാർത്ഥിച്ചത്. മറിച്ച്, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. നമ്മുടെ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെ കരുണ തോന്നണമേ എന്ന് ആ പ്രാർത്ഥന ആവർത്തിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിൻ്റെ കരുണ പ്രാർത്ഥിക്കുക. പക്ഷെ എന്നാൽ ഈശോ അവനെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നത്, മകനെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശോ കൃത്യമായിട്ട് ചോദിക്കുകയാണ്. എത്രയോ വാത്സല്യത്തോടു കൂടിയാണ് ഈശോ അവനെ വിളിച്ച് സംസാരിക്കുന്നത്. മകനെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പും പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്, നമ്മുടെ കർത്താവിൻ്റെ മനസ്സ് നമ്മൾ പലപ്പോഴും അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഈശോയുടെ ആ ഹൃദയത്തിൻ്റെ ഭാവം നമ്മൾ പലപ്പോഴും അറിഞ്ഞിട്ടില്ല. കാരണം പലപ്പോഴും ഈശോയോടുള്ള ബന്ധം നമ്മൾ അധികം ആഴപ്പെടുത്താറില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇച്ചിരി കുറവ് വന്നിട്ടുള്ളത്. പക്ഷെ ആ ഈശോയെ അറിയും തോറും അവിടുന്ന് എത്രമാത്രം നമ്മളെ കരുതുന്നവനാണെന്നും നമ്മുടെ മേൽ കരുതലുള്ളവനാണെന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈശോയുടെ അടുത്ത് വന്ന ആളുകളോട് അവിടുന്ന് പെരുമാറിയ രീതികൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എല്ലാം കാണുന്നത് ഈ ഒരു ഈശോയുടെ വാത്സല്യം നിറഞ്ഞ, കരുതൽ നിറഞ്ഞ ആ ഒരു സ്വഭാവമാണ്. ഈശോയുടെ ആ ഒരു കരുതലോടുകൂടിയുള്ള ഇടപെടലാണ്. എല്ലാവരോടും അനുകമ്പയോടുകൂടി പെരുമാറുന്ന, കരുണയോടുകൂടി പെരുമാറുന്ന, ധാർഷ്ട്യത്തോടുകൂടി ഒരിക്കലും പെരുമാറാത്ത ഈശോയുടെ മനസ്സും മനോഭാവമാണ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ സുവിശേഷ ഭാഗത്തിൽ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം തൊട്ടടുത്ത് വരുന്നത് ഒരു ശതാധിപൻ വരുന്നതാണ്. ശതാധിപൻ ഒരിക്കലും കർത്താവ് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ആ ശതാധിപൻ വന്ന് ഈശോയുടെ അടുത്ത് വന്ന് പറയുക, കർത്താവേ, എൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് വീട്ടിൽ കിടക്കുകയാണ്, നീ അവനെ അനുഗ്രഹിക്കണം. അപ്പോൾ ഉടനെ ഈശോ പറയുകയാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താമെന്നാണ്. ഞാൻ വന്ന്, ഈശോ ഒരിക്കലാണ് ജനക്കൂട്ടത്തോടുകൂടി പോകുമ്പോഴാണ് അവൻ വന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നത്. കണ്ടോ, കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് കേട്ടാണ് ആ ശതാധിപൻ വന്ന് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ അടുത്ത് വരികയാണ്. അങ്ങനെ കർത്താവ് അവൻ്റെ ആ വേദന കേട്ടപ്പോൾ ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താമെന്ന് പറയുന്നു. ഉടനെ അവൻ പറയുകയാണ്, കർത്താവേ, നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. എത്രയോ ഹൃദ്യമായ ഒരു സംസാരമാണത്. കാരണം ആ ശതാധിപനും അതുപോലെ ഒരു ഭവ്യതയുള്ള ആളാണ്. അതായത് ശതാധിപനാണെങ്കിൽ 100 പട്ടാളക്കാരുടെ അധിപനെയാണ് ശതാധിപനെന്ന് പറയും. സെഞ്ചൂറിയൻ, നമ്മൾ സെൻറ്റിനറി എന്നൊക്കെ പറയല്ല, അതിൻ്റെ അർത്ഥം 100 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം 100 പട്ടാളക്കാരുടെ അധിപനായിട്ടുള്ള ആ മകൻ വന്നാണ് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ആദ്യം. അതിന് ശേഷം അവൻ പറയും, എൻ്റെ ഭൃത്യനെ നീ സുഖപ്പെടുത്തണം. അപ്പോൾ ഉടനെ ഈശോ അവൻ്റെ പ്രതീക്ഷയ്ക്കും അതീതമായിട്ട് പറയുന്നു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഉടനെയാണ് ശതാധിപൻ പറയുന്നത്, കർത്താവേ, നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കണ്ടോ. അവൻ്റെ വിശ്വാസം അത്ര വലുതാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ ഭൃത്യനോട് നീ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ വരും, പോവുക എന്ന് പറഞ്ഞാൽ അവൻ പോകും. ആ ഓർഡറിന് പവറുണ്ട്. അവനോട് ഇന്നത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യും. അത് എൻ്റെ ആ പവറാണ്. അപ്പം എനിക്ക് ഇത്രയും പവറുണ്ടെങ്കിൽ നീ പ്രപഞ്ചത്തിൻ്റെ നാഥനായ നീ
ഈ പ്രപഞ്ചത്തോട് ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ, ഈ രോഗത്തോട് മാറാൻ പറഞ്ഞാൽ മാറും എന്ന വിശ്വാസം അവനുണ്ടായിരുന്നു. അതാണ് ശിഷ്യന്മാർ പോലും അതിശയിച്ച ഈശോ കടലിനെയും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഭാവം അവിടെ ഈശോ ശാസിക്കുകയാണ്, അനങ്ങരുതെന്ന് പറയുക. കണ്ടോ, ഇതാണ് ശാസന എന്ന് പറയുന്നത്, ഒരു ഓർഡറാണ്. അനങ്ങിപ്പോകരുതെന്നാണ് പറയുന്നത്. അവിടെ ശാന്തമാവുകയാണ്. കണ്ടോ, ഇതാണ് പ്രപഞ്ചത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് കർത്താവ്. നമ്മൾ പലപ്പോഴും ഈശോ അവനെ ശാസിച്ചു എന്ന് പറയുന്നു. എന്താ ശാസിക്കുന്നത്? നമ്മളെ കൊച്ചുകൾ കരയുമ്പോൾ ഇവിടെ മിണ്ടരുതെന്ന് പറഞ്ഞ് ഓർഡർ ഇടാറുണ്ട്, ഇല്ലേ? അവർ പേടിപ്പിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ശാസിക്കുകയാണ്. അപ്പം അതുപോലെ ഈശോ പനിയെ ശാസിച്ചു എന്ന വാക്കാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. എന്താ? പനിയോട് പറയുക, നീ അനങ്ങിപ്പോകരുത്, അല്ലേ? നീ മിണ്ടിപ്പോകരുത്, നീ ഇനി പ്രവർത്തിച്ചു പോകരുത്. ആ പനിയെയും പനിയുടെ കാരണമായ രോഗാണുക്കളെ ശാസിക്കുകയാണ്. പിശാചുക്കളെ അവിടുന്ന് ശാസിച്ചിട്ടാണ് ബന്ധിക്കുന്നത്. എന്താ? ഇവനെ ശല്യപ്പെടുത്തരുതെന്നാണ് കൽപ്പിക്കുകയാണ്. കാരണം ഈശോയ്ക്ക് അധികാരമുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മേലും പ്രപഞ്ച ശക്തികളുടെ മേലും രോഗങ്ങളുടെ മേലും പിശാചുക്കളുടെ മേലും അധികാരമുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പം അതുകൊണ്ട് നമ്മളിന്ന് ഈശോയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കണ്ടോ, ശിഷ്യന്മാർ കാറ്റും കോളിലും പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നമുണ്ട്. ആ പ്രശ്നം അവരെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. കാറ്റും കോളും വന്നപ്പോൾ അവർ ഭയപ്പെട്ടൊന്നുമില്ല. കാരണം അവർ എപ്പോഴും വഞ്ചിയിലും കടലിലും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് അങ്ങനെ പേടിയൊന്നും. പക്ഷേ അവരുടെ നിയന്ത്രണത്തിന് അതീതമായിട്ട് വന്നപ്പോൾ അത് അവരുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. നമുക്കും അതെ, ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയാലാണ്. ഇതൊക്കെ നോർമലാണെന്ന് പറയും. പക്ഷെ ഏതെങ്കിലും രോഗം, ഏതെങ്കിലും അസ്വസ്ഥത, ഏതെങ്കിലും വഴക്ക്, ഏതെങ്കിലും പിണക്കം, ഏതെങ്കിലും ബന്ധങ്ങളിലുള്ള അകൽച്ച നമ്മുടെ ജീവിതത്തെ അതീവമായിട്ട് ബാധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തും. അപ്പോഴാണ് നിലവിളികൾ ഉയർന്നത്. അപ്പോഴും ഈശോ ഉണർന്ന് കാറ്റിനെയും കടലിനെയും എന്ത് ചെയ്തുവെന്നാണ് പറയുന്നത്? ശാസിക്കുകയാണ്. അടങ്ങുക, ശാന്തമാവുക. അവിടെ നീ ഒന്ന് അടങ്ങാമോ എന്നല്ല ഈശോ ചോദിച്ചത്, അല്ലെ ഒന്ന് ശാന്തമാകാമോ എന്ന് കടലിനോട് ചോദിക്കുകയല്ല, മറിച്ച് കടലിനോടും കാറ്റിനോടും അവിടുന്ന് ശാസിക്കുകയാണ്. അടങ്ങുക, ശാന്തമാകുക, മിണ്ടാതിരിക്കടാന്ന് പറയാം. ഇനി മേൽ അനങ്ങിപ്പോരുതെന്ന് ആ കൽപ്പനയാണ് അവിടെ വ്യാപരിക്കുന്നത്. ഇവിടെ ശതാധിപനും പറയുന്ന അതാണ്, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഹല്ലേലൂയ. ആ ശതാധിപന്റെ വിശ്വാസത്തോട് ചേർന്ന് വലത് കരമുയർത്തി കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ ദൈവമേ, അത്യുന്നത ദൈവത്തിൻ്റെ പുത്ര, എല്ലാം സാധ്യമാക്കുന്നവനും സാധ്യമായനുമായ ദൈവമേ, നിന്റെ മഹത്വം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ, അവരുടെ നിയോഗങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ, ദുഃഖങ്ങൾ വിട്ടുമാറട്ടെ, തകർച്ചകൾ വിട്ടുമാറട്ടെ. കർത്താവെ, സാത്താൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം അകന്നു പോകട്ടെ, അവൻ്റെ കെട്ടുകൾ എല്ലാം പൊട്ടിപ്പോകട്ടെ, അവൻ്റെ ചതികളെല്ലാം, അവൻ്റെ വഞ്ചനകളെല്ലാം അവസാനിക്കട്ടെ. യേശുനാമത്തിൽ ഈ മക്കൾ മോചിക്കപ്പെടട്ടെ. മഹത്വത്തിൻ്റെ ദൈവം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം. ഉടനെ ഈശോ പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നാണ് ഈശോ പറഞ്ഞപ്പോൾ ആ സമയം, കാരണം അവൻ്റെ വിശ്വാസം കണ്ട് ഈശോ അതിശയിക്കുകയാണ്. ഇസ്രായേൽ വിശ്വാസത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തിൻ്റെ ജനമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. അവർ കാണാത്ത വിശ്വാസം ഈ വിജാതീയനായ റോമാക്കാരന് ലഭിച്ചപ്പോൾ അത് കണ്ടപ്പോൾ ഈശോ പോലും അതിശയിക്കുകയാണ്. കാരണം ഈശോയുടെ ആ മാനുഷിക ഭാവത്തെ ഈശോ അത്ഭുതപ്പെടുകയാണ്. ഈ വിജാതീയർക്ക് ഇത്രയും വിശ്വാസമുണ്ടല്ലോ എന്നുള്ള ആ അനുഭവം. അതെ, നമ്മുടെ വിശ്വാസം, നമുക്കെല്ലാം വിശ്വാസമുണ്ട്, പക്ഷെ ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ വ്യത്യസ്തമുണ്ട്. നമുക്കെല്ലാം വിശ്വാസം, നമ്മളെല്ലാം വിശ്വാസ പ്രമാണം ചെല്ലുന്നവരാണ്, മാമോദീസ സ്വീകരിച്ച, പക്ഷേ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾക്ക് വ്യത്യാസം നമുക്കുണ്ട്. അതാ ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ
ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിന് വ്യത്യാസമാണ്. ഇപ്പം കടുകുമണിയോളം മാറി അതിനേക്കാൾ വലിയ എന്തെങ്കിലും തരത്തിലാണെങ്കിൽ ആഴമുള്ള വിശ്വാസം വരുമ്പോൾ ശക്തി വരിക. കണ്ടോ, അതാണ് ഈശോയോട് പറയുന്നത്. അപ്പോൾ പത്രോസിനോട് കടലിന് മീതിൽ നിന്ന് നടന്നോളാൻ പറഞ്ഞു. വിശ്വാസം അവൻ ഇറങ്ങി ചെന്ന് ഈശോ പറഞ്ഞു, അവൻ നടന്നു, വെള്ളത്തിൽ താന്നില്ല. പക്ഷെ ഒരു നിമിഷം ആ വിശ്വാസത്തിൽ ഇതിനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ താഴാൻ തുടങ്ങി. കണ്ടോ, ഇതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മുടെ ജീവിതവും അതെ. അപ്പോൾ വിശ്വാസത്തിലുള്ളൊരു ജീവിതമാണ്. അപ്പോൾ ഈശോ ആ മകനോട് പറഞ്ഞ വാക്കാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. കാരണം ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഉടനെ യാത്ര അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുക. അത്രയും ബിസി ആയിട്ടുള്ള ഒരാള് ഇത്രയും ജനക്കൂട്ടത്തോട് പോകുമ്പോഴാണ് പറയുന്നത്, നമുക്ക് അവിടം വരെ പോയി അവനെ സുഖപ്പെടുത്തിയിട്ട് വരാം, വിഷമിക്കുക. അപ്പം അത്രയും കരുതലുള്ളവനാണ് കർത്താവ്. ഈ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും വേണം. നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ അറിയാത്തൊരു ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ അറിയുന്ന ഒരു ദൈവത്തോട്. നമ്മളെ അറിയുന്ന ഈശോയുടെ മനസ്സും ഈശോയുടെ പെരുമാറ്റ രീതികളും ബൈബിള് പ്രത്യേകിച്ച് സുവിശേഷം വായിച്ചാൽ പോരാ, ആ വായിക്കുന്ന സുവിശേഷ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. ധ്യാനിക്കണമെന്ന് പറഞ്ഞാൽ ചിന്തയാണ്. ധ്യാനിക്കണം എന്ന് വെച്ചാൽ ചിന്തയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഈശോ എങ്ങനെയാണ് പെരുമാറിയത്? അവർ വന്ന് പറഞ്ഞപ്പോൾ ഈശോയുടെ സംസാരം എന്തായിരുന്നു? ഈശോ ക്ഷീണിച്ച് മറുകരയിലേക്ക് പോകാൻ ശിഷ്യന്മാരെയും കയറ്റി വഞ്ചി കയറ്റി ഗണേശ്വരത്തെ തടാകത്തിൻ്റെ ഒരു തീരത്ത് മറുകരയിൽ ചെന്നപ്പോൾ അങ്ങോട്ട് ചെന്നിറങ്ങുമ്പോൾ എന്താ ഈശോ കാണുന്നത്? ജനങ്ങളെല്ലാം ഈശോയുടെ വഞ്ചി പോണത് കണ്ട് കരവഴി ഓടി അങ്ങേ വശത്ത് ചെന്നു. കണ്ടോ, ഈശോ ഷോർട്ട് കട്ടാണ് എടുത്തത് വെള്ളത്തേക്ക്. പക്ഷേ ആളുകളെല്ലാം വന്നപ്പോൾ ഈശോ ആ വഞ്ചിയെ കയറി പോയെന്ന് ആളുകൾ പറഞ്ഞു. അത് കേട്ട് ആ വഞ്ചിയുടെ ഡയറക്ഷൻ നോക്കി അവർ മറുകര വഴി എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയാം ഓടി ഈശോ വഞ്ചി എടുത്തു കഴിഞ്ഞപ്പോൾ അവരവിടെ എത്തി, ആളുകൾ അവിടെ എത്തിയിരിക്കുക. ഈ ആളുകൾ ഓടി അടുക്കുന്നത് കണ്ട് അവരുടെ മേൽ അവിടത്തേക്ക് അനുകമ്പ തോന്നിയെന്നാണ് പറയുന്നത്. കണ്ടോ, എന്തെന്നാൽ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർ അസ്വസ്ഥരും പരിഭ്രാന്തരുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ജനം പരിഭ്രാന്തരായിട്ട് നടക്കുകയാണ്. ഇടയൻ അകന്നു കഴിയുമ്പോൾ ആടുകൾക്ക് അസ്വസ്ഥത വരും. പക്ഷെ ആ ഇടയൻ അടുത്തുണ്ടെങ്കിൽ, അല്ലെ അവൻ്റെ ഇടയൻ്റെ ആ വടി അതിൻ്റെ അടുത്തുണ്ടെങ്കിൽ അവന് ആടുകൾക്കൊരു സ്വസ്ഥതയാണ്. കാരണം ചിലപ്പോൾ ഇടയനെ കണ്ടില്ലെങ്കിലും ആടുകൾ ആ വടി അവിടെ കുത്തിവെച്ച് കഴിഞ്ഞാൽ ആടുകൾക്കൊരു ബോധ്യമാണ് ഇടയൻ അവിടെ ഉണ്ടെന്ന്. അങ്ങനെ ഈ ഇടയന്മാരെ ആടുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം ഈ അവരുടെ കയ്യിലിരിക്കാൻ വടി അവിടെ കുത്തിവെക്കുക. അപ്പം അതിൻ്റെ അർത്ഥം അവർ നോക്കുമ്പോൾ ഈ വടി അവിടെ കാണും. കാരണം എപ്പോഴും ഇടയനെ ചിലപ്പോൾ കാണും. പക്ഷേ ആ ഇടയൻ്റെ സ്വരം, ആ ഇടയൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ആടുകൾ എപ്പോഴും സ്വസ്ഥരായിരിക്കും. അവർക്ക് പരിഭ്രാന്തിയില്ല. കാരണം ഞങ്ങളെ രക്ഷിക്കാൻ ഒരു ഇടയൻ അടുത്തുണ്ട്. അതാണ് അവരുടെ ബോധ്യം. അപ്പം അതുകൊണ്ടാണ് ഇടയനില്ലാത്ത ആടുകളെ പോലെ അസ്വസ്ഥരായിട്ട് ജനം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തിയോട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് മനുഷ്യരുടെ അവസ്ഥ. ഞാനിപ്പോൾ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ അവിടെ എപ്പോഴും എല്ലാവരെയും അടുത്ത് കേൾക്കാനൊന്നും പറ്റാറില്ല. പക്ഷേ അവിടുത്തെ അപേക്ഷകൾ കേൾക്കുമ്പോൾ, അപേക്ഷകൾ എഴുതി വരുന്നത് കാണുമ്പോൾ, അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഫീലിംഗ് അതാണ്. കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് മനുഷ്യരുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നത്. മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കടബാധ്യതകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കല്യാണം കഴിച്ചതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള ഭിന്നതകൾ, മക്കൾ തമ്മിലുള്ള ഭിന്നതകൾ, വസ്തുതർക്കങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, പലവിധ രോഗങ്ങൾ, അങ്ങനെ എന്തെല്ലാം അപേക്ഷകളാണ് അവിടെ വരുന്നത്. അപ്പം അത് കാണുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുള്ളൂ. എന്നാൽ പോലും അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തെല്ലാം അസ്വസ്ഥതകളാണ് മനുഷ്യരെ ബാധിച്ചിരിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ അഭയമില്ലാത്തവരല്ല. നമുക്കൊരു കർത്താവുണ്ട്. ആ കർത്താവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഈശോയോട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. പേര് വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ജനങ്ങളോട് എല്ലാവരോടും പറയും, നിങ്ങൾ ഈശോയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ നമുക്ക് മനോഹരമായ തിരുഹൃദയ രൂപം വെച്ചത്, മാതാവിൻ്റെ രൂപം വെച്ച ഈശോയുടെ രൂപമുണ്ട്. അപ്പം അവിടെ എല്ലാം
ഈശോയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കണം. പേഴ്സൺ ടു പേഴ്സൺ സംസാരിക്കാൻ പറ്റണം. കാരണം പ്രാർത്ഥന എന്നത് ഒരു സംഭാഷണമാണ്. നമുക്ക് ഈശോയോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പം അതിനാണ് നമ്മൾ ചില പടങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് സഭ പറയും. കാരണം രൂപങ്ങളോ പടങ്ങളോ വെച്ച്, നല്ല ചൈതന്യമുള്ള പടങ്ങളുണ്ട്, അത് വെക്കണം. എന്തിനാണ്? അത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റും. ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് വിഷമം വരുമ്പോൾ ആ ഈശോയുടെ തിരുഹൃദയത്തെ തൊട്ട് അല്ലെങ്കിൽ ആ കാലയിലൊന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അതിനൊരു ഫീലിംഗ് ഉണ്ട്. മറിയം തെരേസ്യ, വിശുദ്ധ മറിയം തെരേസ്യ പറയുമായിരുന്നു, അവള് പ്രാർത്ഥിച്ചിരുന്ന ആ മുറിയും അവിടെ വെച്ചിരുന്ന കുരിശുരൂപവും ഇന്നും അവിടെ കുഴിക്കാട്ടുശ്ശേരി ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ അമ്മ ആ ഈശോയുടെ ആ രൂപത്തെ, കുരിശുരൂപത്തെ തൊട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ആ അമ്മയുടെ ജീവിതത്തിൽ അവിടെ ചില അനുഭവങ്ങൾ പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ അവസരത്തിൽ അവൾക്ക് ആ ഈശോയുടെ ഹൃദയത്തിൻ്റെ തൊട്ട് കഴിയുമ്പോൾ ആ കയ്യിൽ ആ ഒരു ഇടിപ്പ് ഫീൽ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത്രമാത്രം ഇൻറ്റിമേറ്റായിട്ട് പ്രാർത്ഥിക്കാൻ അമ്മയ്ക്ക് സാധിച്ചിരുന്നു. ഇത് നമുക്ക് സാധിക്കും. നിങ്ങൾ ഒരേ ആ ആശീർവദിച്ച രൂപത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. അവിടെ പ്രാർത്ഥിക്കണം, നമ്മുടെ വിഷമങ്ങൾ പറയണം. കർത്താവ് നമുക്ക് അതിന് വഴി കാണിച്ചു തരും. കർത്താവ് അകന്നു പോയില്ല, കഴിവില്ലാത്തവനല്ല. ചില ആളുകൾ പറയും, ഓ ഈശോ ഇതെങ്ങനെ കേൾക്കാനോ? ഈശോ കേൾക്കാൻ പറ്റും, അല്ലേ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യം, വിശ്വസിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈശോ നമ്മുടെ രക്ഷകനാണ്, ഏത് കാര്യത്തിലും കരുതലുള്ളവൻ. ആ ബോധ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈശോയുടെ അടുത്ത് വരുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ബലിയിലും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അതിന് ഉത്തരം ലഭിക്കും. ഈശോ ചോദിച്ച ചോദ്യം, മകനെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആദിമസഭയിലെ പിതാക്കന്മാർ എപ്പോഴും പറഞ്ഞിരുന്നത്, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഒന്നാമതായി നിനക്കുണ്ടാകേണ്ട കാര്യം ആഗ്രഹമാണ്. ആഗ്രഹമില്ലെങ്കിൽ നമുക്കൊരു കാര്യവും നേടാൻ സാധിക്കുക. ആഗ്രഹം വേണം. മനസാന്തരത്തിന് പോലും ആഗ്രഹം വേണം. നന്മ ചെയ്യാനും ആഗ്രഹം വേണം. നമുക്ക് ആ ഒരു ആഗ്രഹം ഉള്ളിൽ നിന്ന് വന്നില്ലെങ്കിൽ നമ്മളൊന്നും പ്രവർത്തിക്കില്ല. ചില ആളുകൾക്ക് രോഗങ്ങൾ വരുമ്പോൾ ചില രോഗങ്ങൾ എന്താ? വിശപ്പില്ലായ്മ. ആള് ക്ഷീണിച്ചു പോകും, വിശപ്പില്ല. കാരണം എന്താ? വിശപ്പ് വന്നാലേ ഭക്ഷണം കഴിക്കുള്ളൂ. ഭക്ഷണം കഴിച്ചാലേ ശരീരത്തിന് ആവശ്യം പോഷകങ്ങൾ ലഭിക്കുള്ളൂ, ശരീരം ഹെൽത്തി ആയിട്ട് നിൽക്കും. അപ്പം ആ വിശപ്പങ്ങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ത്രസ്റ്റ് പോയി, ആഗ്രഹം പോയി. ആ ഒരു തേസ്റ്റ്, ദാഹമില്ല, വിശപ്പില്ല. അപ്പം എന്താ? രോഗിയായിട്ട് അവൻ തരാം. അതൊരു രോഗമാണ്. എന്താ? ഈ ശരീരത്തെ നിലനിർത്താനുള്ള, ആ ശരീരത്തിന് ആവശ്യം പോഷകങ്ങൾ സ്വന്തമാക്കാനായിട്ട് ഒരു വിശപ്പ് വേണം. ആ വിശപ്പില്ലേ ഭക്ഷണം കഴിക്കാൻ. ഇത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കണം, നന്മ ചെയ്യണമെങ്കിൽ, സ്വർഗം പ്രാപിക്കണമെങ്കിൽ അതിനോടൊരു ആഗ്രഹം വേണം. അപ്പം ചില ആളുകൾക്ക് ഈ ഒരു ആഗ്രഹം കെട്ടുപോകും. ഇന്നലെ ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിലായിരുന്നു ഞാൻ. അപ്പം അവിടെ ഉച്ച കഴിഞ്ഞ ആരാധനയെല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത ധ്യാനത്തിനുള്ള ആളുകൾ വരുവാണ്. ആളുകൾ വരുമ്പോൾ ചിലർ 4 കാലേ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4 കാലേ വന്നവരോട് അവിടുത്തെ നിയമം ഇതാണ്, ആരെങ്കിലും താങ്ങാൻ കൂടെ ഒരാളുണ്ടെങ്കിലേ കയറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവൻ വേറെ വല്ലതൊക്കെ ചെയ്താൽ പിന്നെ ധ്യാന കേന്ദ്രത്തിന് കടക്കപ്രതി ഉണ്ടായി. അപ്പോൾ ഒരാൾ വന്ന വഴിക്ക് വഴി കിടക്കുകയാണ്. അപ്പോൾ പ്രേക്ഷിതർ വന്ന് പറഞ്ഞ്, അച്ഛാ ഇങ്ങനെ ഒരാൾ അവിടെ ബൈക്ക് ഏതാണ്ട് വണ്ടിയിൽ നിന്ന് വന്നിട്ട് ഇറങ്ങി പടി വരെ വന്നിട്ടില്ല, വഴിയിൽ കിടപ്പാണ്. എന്താ കാരണം? ആ വെള്ളം. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയാം, അച്ഛാ ഞാനേ ഇന്നൊരു മാമോദീസ ഉണ്ടായിരുന്നു, ആ മാമോദീസയ്ക്ക് പോയിട്ട് 2 പെഗ് അടിച്ചതാണ്. അപ്പോൾ 2 പെഗ് അടിച്ച് സത്യമാണെന്ന് അറിയാൻ പാടില്ല. 2 പെഗ് എത്ര വലിയ പെഗ്ഗാണ് അടിച്ചെന്നറിയാൻ പാടില്ല. പക്ഷേ എന്തായാലും ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്തുതിയൊക്കെ തന്ന്, പക്ഷേ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എഴുന്നേക്കാൻ പറ്റാത്ത വിധത്തിൽ കിടക്കാം. അപ്പോൾ അവസാനം അയാൾ പറഞ്ഞു, അച്ഛൻ ഞാൻ എന്നെ തിരിച്ചു വിടരുത്. പ്രേക്ഷിതർ പറഞ്ഞു, ചേട്ടൻ പൊയ്ക്കോ, അടുത്ത ധ്യാനത്തിന് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് തിരിച്ചു വിടരുതെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞു ഏതാണ്ട് മോരും വെള്ളം കൊടുത്താൽ മാറുമെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ പതിവൊക്കെ അതാണ് തോന്നുന്നത്. എന്താണ് എനിക്കറിയാൻ പാടില്ല, വേറെ വല്ല വെള്ളമാണ് കൊടുക്കുന്നത്. എന്തായിരുന്നാലും അപ്പോൾ ഇതായിരുന്നാലും അവിടെ ഞാൻ പറഞ്ഞു, പറ്റുവാണെങ്കിൽ കയറ്റി താമസിപ്പിക്കുക, വീട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് കയറ്റാൻ പറഞ്ഞു. അപ്പോൾ അതിന് പകരം വേറൊരു പയ്യൻ വന്നു. കാരണം അപ്പോൾ അവൻ വന്നു കഴിഞ്ഞിട്ടും
അവനെ അമ്മ കിടന്നുകൊണ്ട് കരച്ചിലാണ്. അതാ അമ്മ ധ്യാനത്തിന് വന്നേക്കണത് അവനെ ഒന്ന് ധ്യാനത്തിൽ കയറ്റാൻ വേണ്ടിയാണ്. പക്ഷേ അമ്മയും മകനും തമ്മിൽ ഏതാണ്ട് 1.5 മണിക്കൂറായിട്ട് അമ്മ കാത്തു നിന്നിട്ട് ഇവനകത്ത് കയറിയാൽ ധ്യാനത്തിന് വരികയല്ല. അവസാനം പ്രേക്ഷിതരെ വിട്ടു. അവർ ചെന്ന് സംസാരിച്ചു, അടുക്കണില്ല. അച്ഛനൊന്ന് സംസാരിക്കാൻ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവന് ഈ പറഞ്ഞ സാധനം പോയി കിടക്കുക. എന്താണ്? ആഗ്രഹം പോയി. അവനൊരു ആഗ്രഹമില്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ അപ്പോൾ അവന് മധ്യസ്ഥം പ്രാർത്ഥിച്ചാലേ അവന് ഉള്ളിൽ ആദ്യം എന്ത് കയറണം? ആഗ്രഹം കയറണം. വല്ല കുത്തിവെക്കണ സാധനമോ അല്ലെ മരുന്ന് കൊണ്ട് കയറണാണെങ്കിൽ നമുക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വഴി അവന് കിട്ടുമുള്ളത്. അപ്പം ഞാൻ അവസാനം അമ്മയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, അവൻ പോയി എന്ത് സംഭവിച്ചാലും നീ പേടിക്കണ്ട. കാരണം അവൻ്റെ വിഷമങ്ങൾ അവൻ പറഞ്ഞു. അവനോട് സംസാരിച്ച, അച്ഛാ എൻ്റെ ജീവിതത്തിൽ എൻ്റെ തന്ത എനിക്കിട്ട് ചെയ്ത പണിയാണിത്. എന്താ? അവൻ്റെ ദൈവവിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു. അയാൾ ഭയങ്കര കുടിയനായിരുന്നു. ആ കുടിമാലം ജോലി അദ്ദേഹത്തിൻ്റെ അത് പോയി. അങ്ങനെ പറഞ്ഞു വിട്ട് അയാൾ വീട്ടിൽ വന്ന് എന്നെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അച്ഛാ. എന്ന് വെച്ചാൽ കൊച്ചായിരുന്നപ്പോൾ എന്നെ വെള്ളം കുടിച്ച് വന്നിട്ട് കൈക്ക് പിടിച്ചും കാലിന് പിടിച്ചും എന്നെ വലിച്ചെറിഞ്ഞിട്ടുള്ളൊരു തന്തയാണ്. അയാൾ മരിച്ചിട്ട് 26 ദിവസമായി. അതുകൊണ്ട് എനിക്കിനി ഒന്നും നോക്കാൻ അയാൾ അപ്പോൾ മരിച്ചതിൽ സന്തോഷമാണ് അവന്. കാരണം അയാൾ ചത്ത് കിട്ടിയല്ലോ, അതുകൊണ്ട് സന്തോഷമാണ്. പക്ഷേ പയ്യനെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് അമ്മയും പറയുന്നുണ്ട്, നല്ല പയ്യനായത്. പക്ഷേ ഇപ്പോൾ അവന് എല്ലാം നഷ്ടപ്പെട്ടൊരു എല്ലാത്തിനോട് ആവർഷം. കാരണം 26 വയസ്സായവനെ. പക്ഷെ ആ 26 വയസ്സായിട്ടും ആ അപ്പൻ്റെ ആ ഒരു പ്രഷർ അവൻ്റെ ജീവിതത്തിൽ വന്ന് അവൻ്റെ എല്ലാ പോസിറ്റീവ് എലമെൻസും കരിഞ്ഞുപോയി. എന്താണ്? പ്രതീക്ഷകൾ അറ്റുപോയി. ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ ആ പാട് നിരാശ ബാധിച്ച് ഒരു ഇൻഡിഫറൻസാണ്. പിന്നെ ഇച്ചിരി ഡ്രഗ്സും ഇവിടെ വന്നു കഴിഞ്ഞപ്പം പോരായ്മ എല്ലാം തീർന്നല്ലോ. അതുകൊണ്ട് ആ അവസ്ഥയിലാണ് അവൻ വന്നിരിക്കുന്നത്. അവസാനം ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാനധികം കമ്പൽ ചെയ്യാറില്ല. കാരണം ഇതൊക്കെ ഈശോ പറഞ്ഞൊരു വാക്യമുണ്ട്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലാത്തവൻ അനുഭവിക്കട്ടെ. അത്രയേ ഉള്ളൂ. കാരണം ഈശോ ആരെയും പിടിച്ചു കെട്ടിക്കൊണ്ടും ധ്യാനം കൊണ്ടു. അതുകൊണ്ട് എൻ്റെ ഒരു പോളിസി, നമ്മൾ ഉപദേശിക്കുക, സ്നേഹത്തോടെ പറയുക, പിന്നെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുക, അപ്പോൾ താനേ വന്നോളൂ. അപ്പോൾ ആ ഒരു ബോധ്യത്തിന് ഞാൻ മാറി. പിന്നെ കഴിഞ്ഞപ്പോൾ വീണ്ടും കൊച്ചച്ഛന് എന്നേക്കാൾ തീഷ്ണതയാണ്. കാരണം അച്ഛൻ പറഞ്ഞു നമുക്ക് അവനെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ അച്ഛൻ തന്നെ ഇന്ന് സംസാരിക്കാം. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ അച്ഛൻ ചെന്നു. അവന് കൊച്ചച്ഛനാണല്ലോ, അപ്പോൾ അവൻ്റെ പ്രായത്തിൽപ്പെട്ടവനൊക്കെയാണ്. അതുകൊണ്ട് അച്ഛൻ ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഞാനിങ്ങോട്ട് പോന്നു. എന്തായിരുന്നാലും അവൻ കൊണ്ടുവന്ന ബാഗ് ബൈക്കിലിരുന്നത് അവൻ തോളയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മിക്കവാറും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്. കാരണം അവരൊരു ആഗ്രഹം ജനിക്കും. ആ ആഗ്രഹം ജനിക്കുന്നത് എപ്പോഴും ഒരാൾ ചിലപ്പോൾ ഒന്ന് പറയുമ്പോഴായിരിക്കും. അല്ലെ അമ്മ അമ്മയുടെ കരച്ചിൽ കണ്ട അവനോട് അമ്മ പറയുന്ന ആ രീതി കേട്ട് കഴിഞ്ഞാൽ ഇവന് പോകാനും പറ്റണില്ല. 1.5 മണിക്കൂറായിട്ടും ഇവൻ പോകാൻ ബൈക്കിൻ്റെ സാധനമൊക്കെ എടുത്ത് പോവും. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചു വരും. കാരണം എന്താ? അമ്മേനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വേണം അവനൊന്ന് പോകാൻ. അമ്മയോട് പിണക്കൊന്നുമില്ല. അമ്മ പൊയ്ക്കോ, ധ്യാനം കൂടിക്കോ, ഞാൻ വീട്ടിൽ പോയി ഇരുന്നോളാം എന്നാണ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ അമ്മയുടെ പറച്ചിൽ എന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റണില്ല അവൻ. അതുകൊണ്ടാണ് ഇവൻ ഈ ബൈക്കിൻ്റെ ഹെൽമെറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് നടക്കും. കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് അമ്മ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തിരിച്ചു വരും. അമ്മയോടൊന്ന് ബൈ പറഞ്ഞിട്ട് പോകാനാണ്. ഏതായിരുന്നു അവന് ധ്യാനം കൂടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണ് ഞാൻ പറയാൻ കാരണം? ഈ ഒരു ആഗ്രഹം നമുക്ക് വേണം. ഏത് കാര്യത്തിൽ ആഗ്രഹമില്ലേ രോഗശാന്തി കിട്ടിയല്ല. എന്തോരം രോഗം ലോകത്തിലുണ്ട്, രോഗമുള്ള മനുഷ്യരുണ്ട്, പക്ഷെ അവർക്ക് ആഗ്രഹമില്ല. രണ്ടാമത്തതാണ് വിശ്വാസം. ആഗ്രഹം വേണം. എനിക്കൊന്ന് രോഗശാന്തി വേണം, സൗഖ്യം വേണം, എൻ്റെ പ്രശ്നം മാറണം. അങ്ങനെ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും. പിന്നെയാണ് വിശ്വാസം വരുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു നിയോഗം നമുക്കറിയാം. നമ്മുടെ ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവാണ്. നമ്മുടെ വിഷമങ്ങൾ അറിയുന്ന ഒരു കർത്താവാണ്. നമ്മൾ അമ്മേനെ കൂട്ടുപിടിക്കാൻ കാരണം അമ്മയ്ക്ക് കുറച്ചുകൂടെ മാതൃഭാവം ഉള്ളത് കൊണ്ട് അടുത്ത് ചെല്ലാനൊരു ഫ്രീഡം ഉണ്ട്. അതുകൊണ്ടാണ് ആളുകളെല്ലാം ആരുടെ അടുത്തേക്ക് പോണത്? അമ്മയുടെ അടുത്ത്. ഈശോനെ നമ്മൾ കുറേയൊക്കെ അകറ്റി നിർത്താൻ കാരണം ഈശോ കുരിശുമത്വവും കിടക്കുന്നത് കാണുമ്പോൾ ഇല്ല അങ്ങോട്ട് അടുത്ത് ചെല്ലാൻ വിഷമമായിരിക്കും.
ഏതായിരുന്നാലും ആ ഈശോ ആ അമ്മയേക്കാൾ കൂടുതൽ എന്ന് വെച്ചാൽ അമ്മയുടെ നല്ല ഭാവങ്ങൾ ഈശോയ്ക്കും കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ജനറ്റിക്സ് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു കാര്യം, നാളെ എന്നോടൊരാൾ പറഞ്ഞു, ഈശോയുടെ രക്തത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊരു ബ്രദറാണ്, ഒരു അൽമായ ബ്രദറാണ് ഇവിടെ. ആ ബ്രദർ വന്ന് എന്നെ പഠിപ്പിക്കുന്നത് വെച്ചാൽ എന്നോട് പറയുകയാണ്, അച്ഛനറിയാവോ, ഈ ഈശോയുടെ തിരുരക്ത ഭക്തി എന്ന് പറഞ്ഞാൽ ആ ഈശോയുടെ രക്തം എവിടെ നിന്നാണ് കിട്ടിയേക്കണേ? അമ്മയിൽ നിന്നാണ് കിട്ടിയത്. കണ്ടോ? അപ്പോൾ അത് പറഞ്ഞിട്ട് എന്നെ പഠിപ്പിക്കുക. അപ്പോൾ അമ്മയ്ക്കാണ് അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അമ്മയുടെ രക്തമാണ് ഈശോയുടെ സിരകളിലൂടെ ഒഴുകുന്നത്. സ്വർഗത്തിൽ നിന്ന് വന്നതാണോ അത്? അല്ല എന്ന് പറഞ്ഞ് എന്നോട് അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് പറയുകയായിരുന്നു അദ്ദേഹം. അപ്പം ഞാൻ ഓർത്തു അദ്ദേഹത്തിന് അതൊരു വിഷം കിട്ടിയ പോലെയാണ്. പക്ഷെ അത്രമാത്രം അത് പറഞ്ഞു. അപ്പോൾ ആ അമ്മയുടെ സ്വഭാവം അതിൻ്റെ അകത്തൂടെ കയറിയിട്ടുണ്ട് പറയില്ലേ. അപ്പോൾ അതിൻ്റെ കൊണ്ട് ഈശോയ്ക്ക്, അപ്പം അതുകൊണ്ട് ആ ഈശോയുടെ ആ കരുണയുടെ ഭാവം, മനസ്സിലാക്കുന്ന ഭാവം, നമ്മളെ തള്ളിക്കളയാതെ ഈശോ മകനെ എന്ന് വിളിച്ച് നമ്മളോട് അല്ലെ സ്നേഹത്തോടെ എന്താ നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കുന്ന ആ ഈശോയുടെ ആ ഹൃദയം കാണാൻ, ആ ഈശോയുടെ മനസ്സറിഞ്ഞ് അവിടുത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ പറഞ്ഞു, നിങ്ങളെന്നെ കർത്താവേ എന്ന് വിളിച്ചാൽ മാത്രം പോരാ, നിങ്ങളെൻ്റെ വചനം പാലിക്കണം. നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങളെൻ്റെ കൽപ്പനകൾ കേൾക്കണം, അതനുസരിച്ച് ജീവിക്കണം. അപ്പോഴാണ് സ്വർഗരാജ്യത്തെ പ്രവേശിക്കാൻ നമുക്ക് സ്വർഗം സ്വന്തമാക്കാൻ സാധിക്കുക. നമ്മൾ വലിയൊരു തിരുനാളിന് ഒരുങ്ങുന്ന മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് ഒരുങ്ങുകയാണ്. സ്വർഗത്തിലേക്ക് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മറിയത്തെ സഭ ഏറ്റുപറയുന്ന തിരുനാളാണ് 15-ാം തീയതി സ്വർഗാരോഹണ തിരുനാൾ മാതാവിൻ്റെ. നമുക്കും സ്വർഗോന്മുഖരായി ജീവിക്കാൻ, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ജീവിക്കാൻ ഉള്ളൊരു കൃപ ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ജീവിതങ്ങളെല്ലാം നന്മയുള്ളതാകും. നമ്മൾ ഭയപ്പെടില്ല, അസ്വസ്ഥരാവില്ല, പരിഭ്രാന്തരാവില്ല. ഇടയനില്ലാത്ത ആടുകളാണ് പരിഭ്രാന്തരാകുന്നത്. നമുക്ക് ഇടയനുണ്ട്, നമ്മുടെ കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ തണലിൽ സുരക്ഷിതരായി ജീവിക്കാൻ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉടനെ തന്നെ അഭിഷേകാരാധനയിലേക്കും വിടുതൽ പ്രാർത്ഥനയിൽ നാം പ്രവേശിക്കുകയാണ്. നമുക്ക് കർത്താവിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ആരാധന സ്നേഹം നൽകി നാദാന തിരുവോസ്തിയിൽ കാണുന്നു സ്നേഹം നൽകി നാദാന
നിത്യം ആരാധിച്ചിടും. സർവശക്തിയാലേ നിത്യം ആരാധിച്ചിടും. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന യേശുവേ ആരാധന യേശുവേ. 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 ആരാധന 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 യേശുവേ. ആരാധന ആരാധന യേശുവേ. യേശുവേ നാഥ കനിയണമേ ഞങ്ങളിൽ കനിയണമേ. യേശുവേ നാഥ കനിയണമേ ഞങ്ങളിൽ കനിയണമേ. യേശുവേ നാഥ കനിയണമേ ഞങ്ങൾ കനിയണമേ. യേശുവേ നാഥ കനിയണമേ ഞങ്ങളിൽ കനിയണമേ. യേശുവേ നാഥ കനിയണമേ ഞങ്ങളിൽ കനിയണമേ. യേശുവേ നാഥ കനിയണമേ ഞങ്ങളിൽ കനിയണമേ. കൃപകൾ ഞങ്ങളിൽ ചൊരിയണമേ യേശുവേ നാഥ ചൊരിയണമേ. ചൊരിയണമേ യേശുവേ നാഥ ചൊരിയണമേ. സൗഖ്യം ഞങ്ങളിൽ ചൊരിയണമേ യേശുവേ നാഥ ചൊരിയണമേ. സൗഖ്യം ഞങ്ങളിൽ ചൊരിയണമേ യേശുവേ നാഥ ചൊരിയണമേ. വിടുതൽ ഞങ്ങളിൽ നൽകണമേ യേശുവേ നാഥ നൽകണമേ. വിടുതൽ ഞങ്ങളിൽ നൽകണമേ
യേശുവേ നാഥാ നൽകണമേ. കൃപകൾ ഞങ്ങൾക്കു നൽകണമേ. യേശുവേ നാഥാ നൽകണമേ. കൃപകൾ ഞങ്ങൾക്കു നൽകണമേ. യേശുവേ നാഥാ നൽകണമേ. അഭിഷേകം ഞങ്ങൾക്കു നൽകണമേ. യേശുവേ നാഥാ നൽകണമേ. അഭിഷേകം ഞങ്ങൾക്കു നൽകണമേ. യേശുവേ നാഥാ നൽകണമേ. ശാന്തി ഞങ്ങൾക്കു നൽകണമേ. യേശുവേ നാഥാ നൽകണമേ. ശാന്തി ഞങ്ങൾക്കു നൽകണമേ. യേശുവേ നാഥാ നൽകണമേ. വരദാനങ്ങൾ നൽകണമേ. യേശുവേ നാഥാ നൽകണമേ. വരദാനങ്ങൾ നൽകണമേ. യേശുവേ നാഥാ നൽകണമേ. കൃപാവരങ്ങൾ നൽകണമേ. യേശുവേ നാഥാ നൽകണമേ. നൽകണമേ. യേശുവേ നാഥാ നൽകണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ. യേശുവേ നാഥാ നിറയ്ക്കണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ. യേശുവേ നാഥാ നിറയ്ക്കണമേ. ദാസരം ഞങ്ങളിൽ നിറയ്ക്കണമേ. യേശുവേ നാഥാ നിറയ്ക്കണമേ. ദാസരം ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവേ നാഥാ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം നിങ്ങളിൽ വന്ന് നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. ശാന്തി നിറയട്ടെ. സമാധാനം നിറയട്ടെ. നന്മ നിറയട്ടെ. ക്ഷമ നിറയട്ടെ. ഔദാര്യം നിറയട്ടെ. മന്നത്വം നിറയട്ടെ. ആത്മശക്തി നിറയട്ടെ. ആത്മീയ വരങ്ങൾ നിറയട്ടെ. കൃപകളാൽ നിറയട്ടെ. ആത്മാവിന്റെ ശക്തി നിറയട്ടെ. നിറയട്ടെ നിറയട്ടെ. സ്വർഗത്തിന്റെ ശക്തി പിതാവേ, യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൽ നിന്ന് ശക്തി ഇറങ്ങി ഈ മക്കൾ ഓരോരുത്തരും നിറയട്ടെ. നിറയട്ടെ കർത്താവേ. കുടുംബങ്ങൾ നിറയട്ടെ. ഭവനങ്ങൾ നിറയട്ടെ. വസ്തുവകൾ നിറയട്ടെ. എല്ലാ സാഹചര്യങ്ങളും നിറയട്ടെ. ആത്മാവിന്റെ ശാന്തി സമാധാനവും നിങ്ങളിൽ വന്ന് കുടികൊള്ളട്ടെ. ഹലലബശി 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 ഹലലബശി. നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞൊരു മാസക്കാലത്തെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒത്തിരിയേറെ തിന്മയുടെ ശക്തികൾ, നെഗറ്റീവ് എനർജികൾ, അല്ലെങ്കിൽ വിരുദ്ധമായ ചിന്തകൾ, നമ്മൾ കേട്ടതായ കാര്യങ്ങൾ, കണ്ടതായ കാര്യങ്ങൾ, ഇടപെട്ടതായ സാഹചര്യങ്ങൾ എന്നിവയിലൂടെ നമ്മിലേക്ക് കടന്നു കയറിയിട്ടുള്ള എല്ലാ അശുദ്ധികളിൽ നിന്നും, പാപശക്തികളിൽ നിന്നും, സ്വാധീനങ്ങളിൽ നിന്നും മോചിക്കപ്പെടാനുള്ള പ്രാർത്ഥനയാണ് വിമോചന പ്രാർത്ഥന. ആ ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറിയിട്ടുള്ള രോഗപീഠകൾ, അസ്വസ്ഥതകൾ, ദുഃഖങ്ങളെല്ലാം മാറ്റണമേ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. മാമോദീസായിലാണ് ആദ്യമായിട്ട് നമുക്ക് വിമോചനം ലഭിച്ചത്. അതേ കർത്താവ് ഇന്ന് നമുക്ക് വിമോചനം നൽകി അനുഗ്രഹിക്കുകയാണ്. ആ ബോധ്യത്തോടുകൂടി ഇടതുകരം നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് വലതുകരം അൾത്താരയിലേക്ക് നീട്ടി ഈശോയുടെ നാമത്തിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകുക. പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിതരാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ?
പൈശാചികമായ എല്ലാ കൂട്ടുകെട്ടുകളെയും സാഹചര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പിശാചികമായ എല്ലാ ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും മാധ്യമങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? യേശുവിനെ നിങ്ങളുടെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നുവോ? സർവശക്തനും പിതാവുമായ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ ഏകപുത്രനും കർത്താവുമായ ഈശോ മിശിഹായി നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനാ കന്യാമറിയത്തിൽ പിറന്നുവെന്ന് വിശ്വസിക്കുന്നുവോ? അവിടുന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്തെ പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നുവോ? അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വീണ്ടും വിധിക്കാൻ വരുമെന്ന് വിശ്വസിക്കുന്നുവോ? സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നുവോ? ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പാപമോചനത്തിലെ മാമോദീസായിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? യേശുവിനെ നിങ്ങളുടെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നുവോ? ദൈവപിതാവിന്റെ മക്കളായി ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഈ ആഗ്രഹത്തോടെ ഇരുകരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ ആമേൻ. ഹല്ലേലൂയ അമ്മയുടെ വിശുദ്ധ ഔസേപിതാവിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ മിസ്റ്റർ മിഖായിലിന്റെ ഹല്ലേലൂയ 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 മാലാഖമാരുടെയും വിശുദ്ധരുടെയും ആമേൻ. രക്തസാക്ഷികളുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ഹല്ലേലൂയ 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 വിശുദ്ധ സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ആമേൻ. ഹല്ലേലൂയ അധികാരത്തിൽ ആശ്രയിച്ചു ഹല്ലേലൂയ വിശുദ്ധ പൗരോഹിത്യത്തിലൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ആത്മീയ കൃപയിലും ശക്തിയിലും ആശ്രയിച്ചു ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ആമേൻ. അവയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും ആമേൻ. അവയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഹല്ലേലൂയ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഞാൻ മോചിക്കുകയും ആമേൻ. കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ആമേൻ. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, പീഡകൾ, ആപത്തുകൾ, അപകടങ്ങൾ, തകർച്ചകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഫലശൂന്യതകൾ ആമേൻ. ആമേൻ. ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെയും ആമേൻ. ആമേൻ. കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും ആമേൻ. നിർവീര്യമാക്കുകയും യേശുവിന്റെ നാമത്തിൽ ഇവരിൽ നിന്ന് ഉച്ചാടനം ചെയ്യുകയും യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കുരിശിന്റെ ആമേൻ. പാദങ്ങളിലേക്ക് അയക്കുകയും ഹല്ലേലൂയ ചെയ്യും. ഹല്ലേലൂയ മേൽ അവയൊന്നും ഈ മക്കളെ ഹല്ലേലൂയ. സ്വാധീനം ചെലുത്താത്ത വിധം ആമേൻ. കർത്താവിന്റെ നാമത്തിൽ അവയെ ഞാൻ ബന്ധിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ കർത്താവേ, ഇവരുടെ വസ്തുവകകളിൽ നിന്ന് ഹല്ലേലൂയ. എല്ലാ അശുദ്ധാരൂപികളും നീങ്ങി പോകട്ടെ. ഹല്ലേലൂയ ഇവരുടെ മക്കളിൽ നിന്ന് എല്ലാ അശുദ്ധാരൂപികളും വിട്ടുപോകട്ടെ. ആമേൻ. ഹല്ലേലൂയ ശരീരങ്ങളിൽ നിന്ന് എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ ഇവിടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളും മോചിക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ പ്രാർത്ഥന ചേർത്ത് വയ്ക്കുന്ന എല്ലാ വ്യക്തികളും മോചിക്കപ്പെടട്ടെ. ഹല്ലേലൂയ മഹത്വത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ ഈ കൃപകളൊക്കെ ഇവർക്ക് ലഭിക്കട്ടെ. ആമേൻ. ആമേൻ. ആത്മീയ ഉണർവ് ഇവർക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മീയ ശക്തി ലഭിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വത്തിന്റെ ഹല്ലേലൂയ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും എല്ലാ ബന്ധനങ്ങളിലും ഹല്ലേലൂയ 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 സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ അശുദ്ധികളും വിട്ടുമാറും. ആമേൻ ആമേൻ ആമേൻ. ഇവിടെ ശരീരം മനസ്സാത്മാവ് വിശുദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ. കൃപയുടെ ശക്തി കൊണ്ട് നിറയും. ആമേൻ ഹല്ലേലൂയ. ഇവിടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ ഹല്ലേലൂയ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. വസ്തുവകൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എല്ലാ സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ ആമേൻ. ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ ഹല്ലേലൂയ. കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. സമാധാനം സ്ഥാപിക്കപ്പെടും. ആമേൻ ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, നിന്റെ സാന്നിധ്യം പോലും ശക്തിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തിയാണെന്ന് അറിയാം. നിന്റെ മക്കളെ, ശിഷ്യന്മാരെ നീ പരിശുദ്ധാത്മാവിനെ നിറച്ചത് അനുഗ്രഹിച്ചതുപോലെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനാ കേന്ദ്രത്തോട് ഏറ്റവും അടുത്ത് വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്നു ജോസേട്ടൻ ചെക്കപ്പിന് വേണ്ടി ആശുപത്രിയിലാണ്. ജോസ് പയ്യപ്പള്ളി, അദ്ദേഹത്തെ പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സംരക്ഷണം ആ മകൻ്റെ മേലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മഹത്വം അവനെ നിഴലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. സമാധാനത്തിൻ്റെ ദൈവം, ശക്തിയുടെ ദൈവം, എല്ലാ രോഗശക്തികളും അവനെ മോചിച്ച് കൃപയുടെ ശക്തിയാൽ അവനെ പുതുസൃഷ്ടിയാകട്ടെ. ഹാലാലാഭാഷ്യ എല്ലാ ബന്ധനങ്ങളും അകന്നു പോകട്ടെ. മഹത്വത്തിൻ്റെ ദൈവത്തിൻ്റെ സംരക്ഷണം കർത്താവിയുടെ അപേക്ഷകൾ എഴുതി സമർപ്പിച്ച് ഓരോരുത്തരെയും സമർപ്പിക്കും. അവരുടെ മഹത്വത്തിൻ്റെ ശക്തി ഇപ്പോൾ അവരെ വ്യാപരിക്കട്ടെ. യേശുവേ, നിന്റെ നാമത്തിൻ്റെ ശക്തി അവിദൂരത്തിലായിരുന്ന മക്കൾ സുഖപ്പെട്ടതുപോലെ വിടുതൽ പ്രാപിച്ചത് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഈശോയെ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. അമ്മയായ മറിയത്തിൻ്റെ മധ്യസ്ഥതയെ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഒന്ന് കേൾക്കണം. കർത്താവേ, അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. സിയ, റിയ, ആൽഫിയ, ആൽഫ്രഡ്, ജെസിക്ക, മഞ്ജു, റോസ്മേരി, സുനിത, ആൽഫിൻ മാർട്ടിൻ, അഭിലാഷ് അശ്വിൻ, പ്രീതിരാജ്, പ്രിൻസ്, ജിജി പൗലോസ്, ഏഞ്ചൽ, അനു തോമസ്, ഫ്രാൻസിസ് കാർമലെ, ജോഷി, ആനി, റോക്കി, ഫാബി, അഡ്രീന, തെരേസ, ഫാമി, ആഷ്നി മരിയ, ജെഫ്രി, ടീന, ഡിക്സ്, അന്ന, ടാനിയ, ട്രിസ്റ്റൻ, അനില, ഡാൻഡ്രോ, അഡോൺ, ജോവാന, നെബിൻ, ജൈജു, റോസ്ലി, ജോസഫ്, സ്നേഹ, മേഘ, ആൻമിൻ, ആശംസ്, സിന്ധു, സ്നേഹ, സെബിൻ, ഡേവിഡ്, സാന്ദ്ര, ജേക്കബ്, റാണി മരിയ, റോസ്മരിയ, എൽസ മരിയ, ഫിലോമിന, അരുൺ ജോസ്, ആൽഫിൻ ക്രിസ്റ്റ, രാജി ആന്റണി, ബിന്ദു ഡെയ്മൺ, ഡെമൈസൺ സേവ്യർ, ലിജി, ഷിജു, ഫ്ലവർലെറ്റ്, ഡെൻസിൽ, കാൽവിൻ, കിരൺ, വരുൺ, ഡാനി, ഹെയ്സൽ, സോബി, ഡൈൻഡ്, അമൽ, സോളി, ആൻഡ്രിയ, ആദർശ്, മാർട്ടിൻ, ജാസ്മിൻ, ജോർജ്, ലിസി, നൈസി, ലിൻസി, ഡിയോ, ദിയ, സണ്ണി, ആൻഡു, മിനി, അന്തോണി, എസ്താലിയ, ഓൾഗ, മേരി, അനു, എബിൻ, അക്ഷയ, അലീന റോസ്, പോൾ ജോസഫ്, പിന്നു ബാബു, ബിനി ബാബു എന്നിവരെ എല്ലാവരെയും സമർപ്പിച്ചു. കർത്താവിന്റെ കരുണയും അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. വലതുകരം ഉയർത്തി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ 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 സ്വീയ മഹത്വ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമേ, നിന്റെ മക്കളുടെ പ്രാർത്ഥന നീ കേൾക്കണം. കർത്താവേ, ഈ മക്കളുടെ പ്രാർത്ഥന കേട്ട് ഈ അപേക്ഷകൾ എഴുതിയവരെ അനുഗ്രഹിക്കണം. ഈ സമൂഹത്തെ അനുഗ്രഹിക്കണം. ഈ ആലയത്തെ അനുഗ്രഹിക്കണം. ഇതിന്റെ അന്തരീക്ഷത്തെ അനുഗ്രഹിക്കണം. ഇവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കണം. ലിൻഡോയെ അനുഗ്രഹിക്കണം. കുടുംബത്തെ അനുഗ്രഹിക്കണം. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഗായക സംഘത്തെ എല്ലാവരെയും അനുഗ്രഹിക്കണം. സഹായിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും, ഡോക്ടർ സണ്ണിയെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കണം. സമാധാനത്തിന്റെ ദൈവം എല്ലാവരുടെ മേലും കൃപ ചൊരിയട്ടെ, അഭിഷേകം ചൊരിയട്ടെ, അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. കൃപയുടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആ ബന്ധനങ്ങൾ വഴിയട്ടെ. അസാധ്യമായത് സാധ്യമാകും. എന്റെ മേലും എന്റെ ശുശ്രൂഷകളുടെ മേലും കൃപ ചൊരിയണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണം. കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. സമാധാനത്തിന്റെ ദൈവം എന്റെ എല്ലാ ശുശ്രൂഷകളുടെ മേലും എന്റെ മഹത്വത്തിന്റെ ശക്തിയുടെ മേലും എല്ലാ ശുശ്രൂഷകളുടെ മേലും നിറയട്ടെ. രൂപതയെ അനുഗ്രഹിക്കണം. പ്രശ്നങ്ങൾ തീർക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇടപെടട്ടെ. ശക്തി ഇടപെടട്ടെ. സാധ്യമായത് സാധ്യമാക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ആമേൻ. ഈ മക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും, ആശീർവദിക്കപ്പെടുകയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ആമേൻ. ആമേൻ. ദിവ്യകാരുണ്യനാഥ ഞങ്ങൾ തൻ രക്ഷകനേ, നിൻ ദിവ്യ ശക്തിയാലേ ഞങ്ങളെ കാത്തിടണേ. എല്ലാവരും ദിവ്യകാരുണ്യനാഥ ഞങ്ങൾ തൻ രക്ഷകനേ, നിൻ ദിവ്യ ശക്തിയാലേ ഞങ്ങളെ കാത്തിടണേ. ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യനാഥ ഞങ്ങൾ തൻ രക്ഷകനേ, നിൻ ദിവ്യ ശക്തിയാലേ ഞങ്ങളെ കാത്തിടണേ. രോഗവും പീഡകളും ഞങ്ങളെ വലയുമ്പോ നിൻ ദിവ്യ ശക്തിയാലേ ഞങ്ങളെ കാത്തിടണേ. രോഗവും പീഡകളും ഞങ്ങളെ വലയുമ്പോ നിൻ ദിവ്യ ശക്തിയാലേ ഞങ്ങളെ കാത്തിടണേ. ദിവ്യകാരുണ്യനാഥ ഞങ്ങൾ തൻ രക്ഷകനേ, നിൻ ദിവ്യ ശക്തിയാലേ ഞങ്ങളെ കാത്തിടണേ. ആധിയും വ്യാധികളും ഞങ്ങളെ ഞെരുക്കുമ്പോ നിൻ ദിവ്യ ശക്തിയാലേ കാത്തിടൂ ഞങ്ങളെ നീ. ആദിയും വ്യാധികളും ഞങ്ങളെ ഞെരുക്കുമ്പോ നിൻ ദിവ്യ ശക്തിയാലേ കാത്തിടൂ
ദിവ്യ ശക്തിയാലേ കാത്തിടൂ ഞങ്ങളെ നീ. പാപവും ശാപങ്ങളും ഞങ്ങളെ ഞെരുക്കുമ്പോൾ നിൻ ദിവ്യ ശക്തിയാലേ കാത്തിടൂ ഞങ്ങളെ നീ. പാപവും ശാപങ്ങളും ഞങ്ങളെ ഞെരുക്കുമ്പോൾ നിൻ ദിവ്യ ശക്തിയാലേ കാത്തിടൂ ഞങ്ങളെ നീ. എല്ലാവരും ദിവ്യകാരുണ്യനാഥാ ഞങ്ങൾ തൻ രക്ഷകനേ നിൻ ദിവ്യ ശക്തിയാലേ ഞങ്ങളെ കാത്തിടണേ. സാത്താനും ശക്തികളും ഞങ്ങളെ ഞെരുക്കുമ്പോൾ നിൻ ദിവ്യ ശക്തിയാലേ ഞങ്ങളെ കാത്തിടണേ. സാത്താനും ശക്തികളും ഞങ്ങളെ ഞെരുക്കുമ്പോൾ നിൻ ദിവ്യ ശക്തിയാലേ ഞങ്ങളെ കാത്തിടണേ. ദിവ്യകാരുണ്യനാഥാ ഞങ്ങൾ തൻ രക്ഷകനേ നിൻ ദിവ്യ ശക്തിയാലേ ഞങ്ങളെ കാത്തിടണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയേ, നിന്റെ കൃപയുടെ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ. അവർ പോകുന്ന വഴികളെയും അവർ ചെയ്യുന്ന കാര്യങ്ങളെയും ഇടപെടുന്ന സാഹചര്യങ്ങളെയും അവർ വസിക്കുന്ന സ്ഥലങ്ങളെയും യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും ഇവിടെ അധ്വാനങ്ങളെയും എല്ലാം അങ്ങ് ഫലമണിയിക്കണം. എല്ലാ രോഗപീഠകളിൽ നിന്നും ആധിവ്യാധികളിൽ നിന്നും സാത്താനിക ശക്തികളിൽ നിന്നും പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും ശാപബന്ധനങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളുടെ കുരിശിൻ്റെ ശക്തിയാലും അന്ന് കുരിശിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും അവരെല്ലാവരെയും നിന്ന് മോചിക്കണമേ. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയുടെ അഭിഷേകം ഈ ആശീർവാദത്തിലൂടെ ഇവർക്ക് നൽകി അങ്ങനെ ഇവരെ അനുഗ്രഹിക്കണം. എല്ലാവർക്കും മുട്ടുമേ നിൽക്കാം. കർത്താവിന് നന്ദി പറയുക. അവിടുത്തെ സംരക്ഷണം നമുക്ക് ഏർപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ ഈശോയെ പ്രാർത്ഥിച്ച വ്യക്തികളെല്ലാം അനുഗ്രഹിക്കണം. നിന്റെ കൃപയുടെ ശക്തി അവരിലും അവരുടെ മേഖലകളിലും വ്യാപരിക്കണം. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുവാൻ പോകുന്നു ഈ വിശുദ്ധ ജലത്തെ, ഉപ്പിനെയും ധൂപവസ്തുക്കളെയും തൈലത്തെയും ഇവർ കൊണ്ടുവന്നിരിക്കുന്ന മണ്ണിനെ എല്ലാം അങ്ങ് ആശീർവദിക്കും. നമ്മുടെ മഹത്വത്തിന്റെ ശക്തി ഇവരെ കൊടുക്കണം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
പാപത്തിനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ